وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين صدق الله العظيم. സഹോദരന്മാരെ, നാം ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ ചെറുതായ നിലയ്ക്ക് വിശദീകരിച്ചത് ഇസ്ലാമിക സംസ്കാരം അതിൻ്റെ അടിത്തറയും പാശ്ചാത്യ സംസ്കാരവും അതിൻ്റെ സ്രോതസ്സുകളുടെയും ചെറിയ വിവരണമാണ്. ഇസ്ലാമിക സംസ്കാരം ഏതു നിന്നെല്ലാമാണ് ഉരുത്തിരിഞ്ഞു വരുന്നതെന്നും അതുപോലെ തന്നെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വൈരുദ്ധ്യതയും അതിൻ്റെ കാരണവും എന്തുകൊണ്ട് അവർക്ക് സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന ഒരവസ്ഥാവിശേഷം സംജാതമായെന്നതിലേക്കുള്ള സൂചനയും എല്ലാം ഇന്നലെ നമ്മുടെ സംസാരത്തിൽ നാം ചെറുതായ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അവരുടെ നാഗരികത എന്ന് പറയുന്നതും നമ്മുടെ നാഗരികത എന്ന് പറയുന്നതും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങളോ മണിമാളികകളോ അമ്പരചുംബികളായ സൗധങ്ങളോ അതൊന്നുമല്ല ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നാഗരികത എന്ന് പറയുന്നത്. മനുഷ്യന്റെ നന്മക്കായി മനുഷ്യരാശിയുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതാണ് നാഗരികത. ഈ ഒരു മാനദണ്ഡമാണ് നമ്മുടെ പിൻതലമുറകളിലേക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. എവിടെയെങ്കിലും വലിയ കുറെ പിരമിഡുകൾ കാണിച്ചു കൊടുത്തു, അതാണ് നാഗരികത. അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറെ ദേവാലയങ്ങൾ കാണിച്ചു കൊടുത്തുണ്ട്, അതാണ് നാഗരികത എന്ന് നമ്മുടെ പിൻതലമുറയെ നാം പഠിപ്പിക്കരുത്. മാനവികതയിലൂന്നിയ, മനുഷ്യന്റെ നന്മയിലൂന്നിയ സംസ്കാരങ്ങളും നാഗരികതയുമാണ് യഥാർത്ഥ നാഗരികത. അതുകൊണ്ടാണല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ ആ മദീനയുടെ പേരെന്തായിരുന്നു? സഹോദരന്മാരെ, ആ മദീനയുടെ പേരെന്തായിരുന്നു? ആ മദീനയുടെ മുമ്പത്തെ പേരെന്തായിരുന്നു? മദീനയുടെ മുമ്പുള്ള പേര് യസ്രീബായിരുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അതിന് മദീന എന്നാക്കിയത്? അത് മദനീയത്തിൽ നിന്നാണ്. അതായത് ഹലാറത്ത്, മദനീയത്ത്, സക്കാഫത്ത് അല്പസ്വല്പം വ്യത്യാസമുള്ള പദങ്ങളാണെങ്കിലും യഥാർത്ഥ മദനീയത്ത്, സംസ്കാരം എന്ന് പറയുന്നത്, മദീന എന്ന് പറയുന്നത് അവിടുത്തെ വളരെ ലളിതമായ വീടുകളും അവിടുത്തെ ചെറിയ നഗരവും പട്ടണ പ്രദേശങ്ങളും ലളിതമായ ജീവിത രീതിയും നിലകൊണ്ടിരുന്ന മദീനയ്ക്ക്, യസ്രിബിന് അള്ളാഹുവിന്റെ റസൂൽ മദീന എന്ന് പേര് നൽകിയത് യഥാർത്ഥത്തിൽ സംസ്കാരം അല്ലെ നാഗരികത എന്നൊക്കെ പറയേണ്ടത് മനുഷ്യ നന്മയിലൂന്നിയ നാഗരികതക്കാണ് മദീന, മദനിയത്ത് എന്നൊക്കെ പറയേണ്ടത് എന്നുള്ളതിലേക്കുള്ള സൂചനയും കൂടിയാണ് നാം മനസ്സിലാക്കണം. പ്രവാചകൻ അവിടെ എത്തിയതിനു ശേഷം എന്താ ചെയ്തത്? ഒരു ഇസ്ലാമിക നന്മയിൽ കെട്ടിപ്പടുത്ത കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, ഏറ്റവും ഉത്തമ സമുദായത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അവിടെ ഒരു രാഷ്ട്രത്തിന് അവിടെ അടിത്തറ പാകി. എന്നിട്ട് നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം അവിടെ നിന്ന് ആരംഭം കുറിച്ചു. അപ്പം നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നതായ ഒരു സമൂഹം, ഒരു സംസ്കൃതി, അതാണ് യഥാർത്ഥ സംസ്കൃതി, അതാണ് യഥാർത്ഥ നാഗരികത എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് യസ്രിബ് എന്നുള്ള പേര് മാറ്റി മദീന എന്ന് കൊടുക്കാൻ എന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്.
അപ്പോൾ എന്താണ് നമ്മൾ പഠിപ്പിക്കേണ്ട നാഗരികത, എന്താണ് സംസ്കാരം എന്നൊക്കെ നാം ശരിയ രൂപത്തിൽ മനസ്സിലാക്കി. എന്നാൽ സഹോദരന്മാരെ, നാം ചരിത്രത്തിലായതുകൊണ്ട് തന്നെ മനുഷ്യാരംഭം മുതൽക്ക് നമ്മൾ അല്പം ഒന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മനുഷ്യാരംഭം എന്ന് പറയുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മനുഷ്യാരംഭം എവിടെ നിന്നാണ്? നമ്മൾ ഇന്നലെ വിശേഷിപ്പിച്ച യൂറോപ്യന്മാരുടെ കാഴ്ചപ്പാടിൽ മനുഷ്യാരംഭം എവിടെ നിന്നാണ് എന്ന് നമുക്കൊന്ന് ചെറുതായി നിലക്ക് നോക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ കാഴ്ചപ്പാടിൽ, ചുരുക്കി പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ, അതായത് നിരീശ്വരവാദം പിന്നെ കൊടികുത്തി വായുന്ന, അല്ലെങ്കിൽ നിരീശ്വരവാദത്തിന് ഉന്നതമായ പിന്നെ സ്റ്റേജുകൾ നൽകി, സ്ഥാനങ്ങൾ നൽകി, അതിന് പാഠ്യപദ്ധതിയിലും ചെറു പ്രായക്കാരെ, ചെറു കുഞ്ഞുങ്ങളെയും ഒക്കെ പഠിപ്പിച്ചു വരുന്നതായ ഒരു രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അവര് മനുഷ്യന്റെ ആരംഭം അവർ പഠിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? മനുഷ്യന്റെയും കുരങ്ങിന്റെയും പൂർവികൻ ഒരാൾ എന്നുള്ള നവ ഡാർവിന് സിദ്ധാന്തമാണ്. അല്ലേ? മനുഷ്യന്റെയും കുരങ്ങിന്റെയും പൂർവികൻ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകകോശ ജീവിയായ ജീവനില്ലാത്ത അമീബയിൽ നിന്ന് തുടക്കം കുറിച്ച് പിന്നെ വിവിധ കോശങ്ങളടങ്ങിയ വസ്തുക്കളുണ്ടായി. അല്ലേ? അങ്ങനെയല്ലേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ? സ്കൂളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ? ആരെന്താ ഉണ്ടാത്തത്? അതെ, നമ്മുടെ നാട്ടിലെ സ്കൂളിലും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത് അല്ലേ? ഡാർവിൻ സിദ്ധാന്തമല്ലേ യഥാർത്ഥത്തിൽ പിന്നെ ജീവശാസ്ത്രത്തെ പഠിപ്പിക്കുന്നത് അല്ലേ? ഡാർവിൻ സിദ്ധാന്തമല്ലേ എപ്പോഴും പഠിപ്പിക്കുന്നത്? അതിലൊരു മാറ്റം വരുത്താൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതാ പഠിപ്പിക്കുന്നത്. ഒരു കുരങ്ങനെങ്ങനെ ഒരു പകുതി കാലിൽ എങ്ങനെ ഒരു മുട്ട് മടക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് നടക്കുന്നത്, പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് ഒന്നുകൂടി അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഒന്നുകൂടി നീർന്ന്, പിന്നെ കുറച്ചുകൂടി നീർന്ന്, പിന്നെ ഒന്ന് നീർന്ന് നിൽക്കാൻ കഴിയുന്നു. നീർ നിൽക്കുമ്പോൾ തന്നെ കയ്യിൽ കല്ല് വരുന്നു, പിന്നെ കുറച്ചുകൂടെ വരേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരീരത്തിൽ നിന്ന് പിന്നെ രോമങ്ങളൊക്കെ പോകുന്നു. കല്ലുകൊണ്ട് ആയുധമാക്കിയിട്ട് അതിനെ പിന്നെ ഉപയോഗിക്കാൻ മനസ്സിലാക്കുന്നു, സംസാരിക്കാൻ പഠിക്കുന്നു, ഭാഷ ഉപയോഗിക്കുന്നു. അങ്ങനെ മനുഷ്യനായി വരുന്ന, അങ്ങനെ അതായത് ഒരൊറ്റ ജീവിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന് പറയുന്ന ഡാർവിനിസം. അത് അവർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ജീവിയിൽ നിന്നാണ്, അമീബയിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ പിന്നെന്തുണ്ടായി? അമീബയിൽ നിന്ന് അവര് പിന്നെ തുടങ്ങാണ് മനുഷ്യന്റെ അല്ലേ. അത് അവർ ചുരുക്കി പറയുന്നതെന്ന് ചോദിച്ചാല് അവരുടെ വാദം 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് അമീബ പ്രത്യക്ഷപ്പെട്ടു. അമീബക്കെന്തില്ല? ജീവനില്ല. ഏകകോശ ജീവിയാണ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഈ ഏതിലൂടെ നോക്കി കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നഗ്ന നേത്രത്തിന് അത് ഗോചരമല്ല. വലിയ ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ, ഭൂതകണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രമേ അതിനെ കാണുകയുള്ളൂ. അതിൽ നിന്നാണ് പിന്നീട് കാലങ്ങളെടുത്തിട്ട്, വർഷങ്ങളെടുത്തിട്ടാണ് പിന്നീട് എന്തുണ്ടായത്? പിന്നെ ബഹുകോശ ജീവികളുണ്ടായി. ആ ബഹുകോശ ജീവികളിൽ നിന്ന് അത് പിന്നെ എന്ത് സംഭവിച്ചു? അതിന് പരിണാമം സംഭവിച്ച് 300 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 10 ലക്ഷം. അപ്പം 300 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റേ ഈ കൊളച്ചമ്മി പോലെയുള്ള സാധനം ഉണ്ടായി. കനാദിലുൽ ബഹർ എന്ന് പറഞ്ഞ സാധനം. പിന്നെ പുഴുക്കളുണ്ടായി. പുഴുക്കളും മറ്റേ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഞണ്ട്, മറ്റേ ഈ എന്താ പറയുന്നത്, ഒരു സാധനം കവാക്കി എന്ന് പറയാം. മറ്റേ ഞണ്ടിന്റെ കൂട്ടത്തിൽ വലിയൊരു തൊപ്പി തലയിൽ വെച്ച് നടക്കുന്ന സാധനമല്ലേ. പിന്നീട് അതിന്റെ ശേഷം മത്സ്യങ്ങളുണ്ടായി. പിന്നീട് മത്സ്യത്തിന് ശേഷം നോക്കണങ്ങൾ, ഇതാതിപ്പോ ഇതൊക്കെ ഒരൊറ്റ അസുരനാ പോരുന്നെന്നാ പറഞ്ഞത്.
ഒറ്റ അസുരിൽ നിന്ന്. പിന്നീട് മത്സ്യങ്ങളുണ്ടായി, പിന്നീട് വലിയ വലിയ സസ്യങ്ങളുണ്ടായി, പിന്നീട് കരയിലും കടലിലും താമസിക്കുന്ന, അതായത് ബർമായിയായ ജീവികളുണ്ടായി. പിന്നീട് ആ കടലിൽ പിന്നെ കരയിലേക്ക് കയറി. പിന്നീട് ദീനോസാറുകൾ എന്നവർ പിന്നെ അറിയപ്പെടുന്നതായ വലിയ ജീവികളുണ്ടായി. അത് കാലഗതി അടഞ്ഞുപോയി. പിന്നെ അതിൽ നിന്ന് വേറെ വസ്തു ഉണ്ടായി, അതിൽ നിന്ന് വേറെ ഉണ്ടായി, അതിൽ നിന്ന് വേറെ ഉണ്ടായി, ഉണ്ടായി അവസാനം ഏറ്റവും ഉയർന്ന ജീവി ഏതാണ്? മനുഷ്യൻ. അതൊന്ന് ഘട്ടം ഘട്ടമായിട്ട് ഉയർന്ന് ഏറ്റവും ഒരു പിന്നെ ചിന്താശേഷിയും സംസാരമൊക്കെയുള്ള ജീവിയാണ് ഇപ്പോഴത്തെ മനുഷ്യൻ എന്നാണ്. അപ്പൊ അത് മനുഷ്യൻ തൊട്ട മുമ്പുള്ളത് കുരങ്ങ്. കാരണം കുരങ്ങനാണ് കുറച്ചുകൂടി മനുഷ്യനോട് സാദൃശ്യമുള്ളത് കൊണ്ട് കുരങ്ങാണ് തൊട്ടടുത്തുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഡാർവിൻ സിദ്ധാന്തമാണ് നമ്മുടെ പാഠ്യപദ്ധതിയിലൊക്കെ പഠിപ്പിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുമായി ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ്. ഇന്ന് ഇസ്ലാമിന്റെ ഒന്നല്ല, ഇപ്പോഴുള്ളതായിരിക്കുന്ന ഈ ഫോസിൽ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഈ പ്രകൃതി നിർദ്ധാരണം എന്ന രീതിയിലുള്ള ഈ പരിണാമത്തെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അവർ ശക്തമായിട്ട് ഇന്തിഖാബ് തഈ എന്ന് പറയുന്ന പ്രകൃതി നിർദ്ധാരണത്തിലുള്ള പരിണാമത്തെ അവർ തന്നെ കടപുഴക്കി എറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ സങ്കീർണമായ പല ജീവികളും ഉണ്ടാകുന്നുണ്ട്, അല്ലേ? സങ്കീർണമായ ഇത്രയും ലളിതത്തിൽ നിന്ന് സങ്കീർണ അവസ്ഥയിലേക്ക് എങ്ങനെയാണത്? അപ്പൊ അതിന്റെ പൂർവികൻ ഏതാ? മയില് കണ്ടോ? ഡാർവിന് പോലും അന്തം വിട്ടു നിന്നുപോയ സാധനമാണ് മയില്. ഈ മയിലിന്റെ പൂർവികൻ ഏതാണെന്നുള്ള ഒരു പിടുത്തും അവന് കിട്ടുന്നില്ല. മയിലിന്റെ പൂർവികൻ അത്ര സുന്ദരമായ ഒരു പക്ഷിയാണ് മയിൽ എന്ന് പറയുന്നത്. എന്തെല്ലാം നിറത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു, അതിന്റെ കളറുകളും അതിന്റെ പിന്നെ അതിന്റെ അംഗലാവണ്യങ്ങളും കൊക്കും അതിന്റെ ചുണ്ടും അതുപോലെ അതിന്റെ പിന്നെ ചിറകുകളെല്ലാം വളരെ ആകർഷകമായ രീതിയിൽ അത്ഭുതത്തോടെ നോക്കുന്നത്. അതായത് അങ്ങനെ വളരെ സങ്കീർണമായ ജീവികൾ ഈ ലോകത്തുണ്ട്. സങ്കീർണമായ ജീവികൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു 17 ലക്ഷത്തോളം ജീവികൾ, അമീബൻ അവിടെ നിന്ന് കൂട്ടിക്കാണുണ്ടെങ്കിൽ മനുഷ്യൻ വരെയുള്ളതിന്റെ ഇടയിൽ ഒരു 17 ലക്ഷത്തോളം ജീവികളുണ്ടെന്ന്. അതൊക്കെ വിവിധ ഘടകങ്ങളോ ഉള്ളതാണ്. പല രൂപത്തിലും സങ്കീർണമായ പിന്നെ ശരീരഘടനകളാണ് അതിനൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു വസ്തുവിന് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അസംബന്ധം ഇനി പറയാനില്ല. ഇതിനേക്കാൾ വലിയ അസംബന്ധം അവർ പറയാനില്ല. ഏതായിരുന്നാലും ഓട്ടെ, നമ്മുടെ ഇസ്ലാമിന്റെ വിശ്വാസം എന്താ? അങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ല മറ്റു വസ്തുക്കൾ. ഓരോ വസ്തുക്കളും അത് അതിൻ്റെതായ സ്വന്തം ഘടനയാണ്. അത് ആ രൂപത്തിൽ പടക്കപ്പെട്ടതാകുന്നു. ഏത് വസ്തു എടുത്ത് മനുഷ്യനായിട്ട് തന്നെ പടക്കപ്പെട്ടു. കുരങ്ങായിട്ട് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ മറ്റ് പറവകളായിട്ട് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. പറവകൾ മറ്റുള്ളതിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ല. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ല. അതുപോലെ ഉരകബീജികളും സസ്തനികളും അതിന് മുൻഗാമിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ല. അതിന് യാതൊരു തെളിവുമില്ല. ഖലഖ കുല്ല ഷൈഇൻ സുമ്മ ഹദാ. അല്ലാഹു തആല എന്താ പറഞ്ഞത്? എല്ലാ വസ്തുക്കളെയും അവൻ ഇല്ലായ്മയ്ക്ക് ശേഷം സൃഷ്ടിച്ചവനാണ്. എന്നിട്ട് ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന മാർഗദർശനം നൽകി. ഖലഖ കുല്ല ഷൈഇൻ സുമ്മ ഹദാ. ഓരോ വസ്തുവിനും, എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല ഖൽഖ് ചെയ്താണ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ അൽ ഈജാദു ബഅദ അൽ അദം. അൽ ഈജാദു ബഅദ അൽ അദം, ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടാക്കുക. അപ്പോ അത് അതായത് എന്തല്ല, ഈ ഘട്ടം ഘട്ടമായിട്ടുള്ളതല്ല. ഇല്ലായ്മയ്ക്ക് ശേഷം അതുണ്ടായിരുന്നില്ല, ഈ വസ്തു ഉണ്ടായിരുന്നില്ല, ഇല്ലായ്മ എന്നാണ് സൃഷ്ടിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നത്. മനസ്സിലായി? പരിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. കാരണം എന്താ പറയാം, നമ്മൾ പിന്നെ ഈ സനമൊന്നും പൊട്ടിക്കാതെ നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കാൻ പറ്റില്ല. ഏത് സനമ്? ഡാർവിൻ സിദ്ധാന്തം എന്ന് പറയുന്ന മനുഷ്യന്റെയും കുരങ്ങിന്റെയും പൂർവികൻ ഒരാളാണെന്ന് സിദ്ധാന്തിക്കുന്നതായ ഈ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ വിഗ്രഹം പൊട്ടിക്കാതെ കണ്ട് നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി അല്പം പരാമർശിക്കുന്നത്. അപ്പം എല്ലാ വസ്തുക്കളുടെയും ഏത് വസ്തുക്കൾ പരിശോധിച്ചാലും അത് ഉദാഹരണം പറയാ, ഒരു സ്പൈഡർ മറ്റേ ചിലന്തി ഉണ്ടല്ലോ, അതിന് എത്ര 4000 സൈസ് ചിലന്തികളുണ്ട് എന്നുള്ളതാണ്. ഈ ഡാർവിൻ സിദ്ധാന്തക്കാരൊക്കെ പറയുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ ഈ ചിലന്തി എത്ര കാലുള്ളത് നമ്മൾ കാണുന്നത്? ഒന്നിരിക്കൽ 6 കാല് അല്ലെ 8 കാല് അല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടുകണോ 2 കാലുള്ള ചിലന്തിയെ? 2 കാലുള്ള ചിലന്തി ആരും കണ്ടിട്ടുണ്ടോ? അല്ലെ മുക്കാലിയായ ചിലന്തിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു 7 കാലുള്ളത് കണ്ടിട്ടുണ്ടോ? ഒരു 9 കാലുള്ളത്? ഒരു 10 കാലുള്ളത് ചിലന്തി ഇല്ല.
അപ്പോ ഒന്നിരിക്കൽ 6 കാലല്ലേ 8 കാല്. എന്തുകൊണ്ട് ഈ യാദൃശ്ചികതയാണ് യാദൃശ്ചികമായിട്ട് അവരെ വാദം ഇങ്ങനെ തുഫറത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ജനിതക ഇങ്ങനെ കോഡിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ്, അലക്ഷ്യമായ വ്യതിയാനങ്ങൾ. ഇന്ന് അലക്ഷ്യമായ വ്യതിയാനങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് എവിടെങ്കിലും 4000 ഇനം ചിലന്തികളിൽ നിന്ന്, സ്പൈഡറിൽ നിന്ന് പിന്നെ ഏത് വരുന്നില്ല, ഒരു മുക്കാലിയായ ചിലന്തി വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പിന്നെ ഇരുകാലിയായ ചിലന്തി വരുന്നില്ല അല്ലേ? എന്തുകൊണ്ടത് വരുന്നില്ല? അപ്പൊ അതിനെന്തുണ്ട്, ഒരു നിശ്ചിതമായിരിക്കുന്ന രീതിയും അതിന്റെ കിടപ്പും അതിലുണ്ട്. അത് മാറില്ല. അത് മാറുമ്പോൾ ചിലന്തികൾക്കൊക്കെ ഒരു നിശ്ചിത ഒരു വ്യവസ്ഥയുണ്ട്, അത് മാറൂല. അങ്ങനെ മാറുന്നതാണല്ലോ ഇവർ പറയുന്നത്. ഇവരെന്ത് ഇങ്ങനെ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക, സ്ഥിരത ഇല്ലാത്ത സൃഷ്ടിപ്പ് എന്നുള്ള, സ്ഥിരതയില്ലാത്ത അസ്ഥിരതയാണ് ഇവർ ഈ ഡാർവിൻ സിദ്ധാന്തത്തിന്റെ അടിത്തറ. അസ്ഥിരത, ഒന്നിനും സ്ഥിരതയില്ല, അത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞാണ് ഓല വാദം സജ്ജ് നമ്മൾ ഈ മനുഷ്യന്മാർ ഈ ലോകത്തുനിന്ന് മാറി ഈ മനുഷ്യന് എന്ത് ചെയ്യും, പരിണമിച്ച് വേറെ ഏതെങ്കിലും ജീവിയായിട്ട് വീണ്ടും വന്നേക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നിനും അസ്ഥിരത ഇല്ല. അതിങ്ങനെ അപ്പൊ അവർ പറയുന്ന ഒരു ലക്ഷ്യം, ഈ മനുഷ്യ ജീവികൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകും, ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കായി ലക്ഷ്യം? അതിന് മറുപടി ഉണ്ടോ? അതിന് മറുപടി ഇട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, പിന്നെ അങ്ങനെ സ്ഥിരതയാണ് വസ്തുക്കളുടെ. നിങ്ങൾ ഒരു പിന്നെ 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരിക്കുന്ന ഒരു തുമ്പി എടുത്ത് പരിശോധിക്കൂ. ഇപ്പൊ തെളിയിക്കപ്പെട്ട സംഗതിയാ. തുമ്പി 500 വർഷങ്ങൾക്ക് മുമ്പ് ചത്ത് അത് ഫോസിലായി കഴിഞ്ഞ ഒരു തുമ്പിയെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു തുമ്പിയെയും എടുത്ത് പരിശോധിച്ച് നോക്കി ഒരു മാറ്റങ്ങൾ കാണാൻ പറ്റില്ല. ഒരു മാറ്റം കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ആമ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച അന്നത്തെ ആമയും ഇന്നത്തെ ആമയും ഒരുപോലെ കാണാൻ പറ്റുന്നത്. അതിനൊന്നും ഒരു പരിണാമവും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ മത്സ്യങ്ങൾക്കും പിന്നെ അതൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഫോസിൽ, അത് വലിയൊരു പിന്നെ വിജ്ഞാനം തന്നെയാണ് ഫോസിൽ. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ട് പിന്നെ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടാകുന്ന ഹിമപാതത്തിനനുസരിച്ചുകൊണ്ട് ഹിമം കൊണ്ട് മൂടിപ്പോയി അന്നത്തെ ഹിമം, അതായത് പിന്നെ ഉത്തരധ്രുവങ്ങളും ദക്ഷിണധ്രുവങ്ങളും ഒക്കെ അതിൽ ഹിമം ഉരുകിയിട്ട് ഭൂമി മുഴുവനും പിന്നെ ഹിമം ഉരുകി ഒലിച്ചുകൊണ്ട് അതിന്റെ, അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിക്കൊണ്ട് അതിന്റെ അടിയിൽ പെട്ടുപോകുന്ന ജീവികൾ അതേ രൂപത്തിൽ കിടക്കുകയാണ്. അതൊരു മാറ്റമില്ലാതെ അതേ രൂപത്തിൽ അവർ സുരക്ഷിതമായി കിടക്കുകയാണ്. അതാണ് ഫോസിലുകൾ എന്നല്ലേ, ഫോസിലുകൾ എന്നുള്ളതിനെ പറ്റി അതാ പറയുന്നത്. അപ്പോൾ ആ വസ്തുക്കളെ അതിന്റെ കാലനിർണ്ണയമൊക്കെ നടത്തിയിട്ട് ഇത്രയും മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് അങ്ങനെ പല വസ്തുക്കൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡാർവിൻ സിദ്ധാന്തത്തിന്റെ അടിത്തറ പൊളിക്കുന്ന രീതിയിലുള്ള അറിവുകളിലേക്കൊക്കെ അവർ എത്തിയിട്ടുണ്ട്. ഈ പിന്നെ തുമ്പിയെ സംബന്ധിച്ചും അതുപോലെ മത്സ്യത്തെ സംബന്ധിച്ചും അതുപോലെ ഒരുപാട് വസ്തുക്കൾ ഈ 5000 അല്ലെങ്കിൽ 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടാകുന്നതായ പിന്നെ ഉണ്ടായതായ തുമ്പിയും ഇപ്പോഴുള്ള തുമ്പിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, മത്സ്യത്തിനും അതുപോലുള്ള വേറെ ഒരുപാട് വസ്തുക്കൾക്ക്. അപ്പൊ ഇതൊക്കെ എന്താ അറിയിക്കുന്നത്, ഇവരെ ഈ സങ്കല്പ, അതായത് ഇങ്ങനെ ഇങ്ങണ്ടല്ലോ വനാന്റെ ഈ തലച്ചോറിനുള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചുണ്ടാക്കുന്ന രൂപങ്ങൾ, സങ്കല്പങ്ങൾ, ഓരോരുത്തരും ചിന്തിച്ചുണ്ടാക്കുന്ന പിന്നെ സങ്കല്പങ്ങൾ മുഴുവനും അതൊക്കെ ഉണ്ടാക്കുക ഒരു ചരിത്രം, അല്ലെങ്കിൽ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാക്കി അവതരിപ്പിക്കുന്ന ഒരു പ്രവണത. അതൊരു തരം മാനസിക രോഗം. ഇപ്പൊ കണ്ടില്ലേ ഷിയാക്കളിൽ പിന്നെ അവരെ മഹദി, നമ്മൾ വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ മഹദി ഖിയാമത്ത് നാളിലേ വരുള്ളൂ അല്ലേ? എന്നാൽ ഷിയാക്കളെ മഹദി ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ബസറയിലുണ്ട്. നിങ്ങൾ കേട്ടില്ലേ കുറച്ച് മുന്നേ, ഷിയാക്കൾ വിശ്വസിക്കുന്ന ഒരു മഹദി. നമ്മൾ വിഷയം തീർത്തും വ്യത്യസ്തമായതാണ്. അവര് എന്താ വിശ്വസിക്കുന്നത്, 12 ഇമാമുകൾ കഴിഞ്ഞാൽ 12 മഹദികൾ വരും. ആ 12ാമത്തെ ഇമാം മുഹമ്മദ് ബിന് പിന്നെ അതെ മഹദി ഇമാമിന്, അതായത് 12ാമത്തെ ഇമാമാണ് മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി എന്ന് പറയുന്ന. അദ്ദേഹം ജീവിതകാലത്ത് തന്നെ അപ്രത്യക്ഷനായതാണ്. അദ്ദേഹം ആകാശത്ത് ജീവിക്കുന്നുണ്ട്. ആകാശത്ത് ജീവിച്ചിട്ട് അദ്ദേഹം ഖിയാമത്ത് നാളിൽ എന്തുവിടെ ഇറങ്ങി വരും, മഹദിയായിട്ട് ഇറങ്ങി വരും. അപ്പൊ മഹദി ആര് തന്നെയാണ്, മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി തന്നെയാണ് മഹദി. പിന്നെ അദ്ദേഹം ഇപ്പോൾ അപ്രത്യക്ഷനായതാണ്. അപ്രത്യക്ഷ ലോകത്ത് വെച്ചുകൊണ്ട് അയാൾ 12 മഹദികളെ നിയോഗിക്കും. അതിൽ 1ാമത്തെ മഹദി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞിട്ട് ഒരു മഹദി ഇവിടെ ബസറയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അയാൾ എന്തെല്ലാമാണോ പറയുന്നത്. എന്നിട്ട് ഷിയാക്കൾ തന്നെ കാര്യമായി ഇറാനും അതുപോലെ തന്നെ പിന്നെ ഇറാഖിലെയൊക്കെ ഷിയാക്കളുടെ പിന്നെ ഈ മർജിയ്യാത്ത്, അതായത് അവരുടെ, നമ്മളൊക്കെ സമസ്ത എന്നൊക്കെ പറഞ്ഞ മാതിരി അവരുടെ ഉന്നത നേതൃത്വം ആളെ അംഗീകരിച്ച് ദജ്ജാലാന്നാ പറഞ്ഞത് ഇയാളെ കുറിച്ച്. ഷിയാക്കൾ തന്നെ
ഇയാൾ ദജ്ജാലാന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരെന്താ പറയുന്നത്, പിന്നെ ബഹറും മിനൽ ഖയാലാത്ത്, അതായത് ഇയാൾക്ക് തോന്നിയ ഒരു തരം എന്തെല്ലാമോ ഒക്കെ, ഞാൻ ആരൊക്കെയാണ്, ഇന്ന ആളാണ്, ഞാൻ മഹദിയാണ്, എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട്, എനിക്ക് എന്റെ ഇൽഹാം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുന്ന, അതായത് ഊഹത്തിന്റെ ഒരു സമുദ്രത്തിലാണ് പറഞ്ഞത്. അതുപോലെ ഈ ഡാർവിൻ സിദ്ധാന്തക്കാർ യഥാർത്ഥത്തിൽ അവർ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഓരോ വസ്തുക്കളുടെ സങ്കല്പം ഉണ്ടാക്കിയിട്ട് അതുണ്ടാക്കുക, പിന്നീട് അത് ബുക്കിലേക്ക് പകർക്കുക, എന്നിട്ട് അതൊരു സിദ്ധാന്തമായി അവതരിപ്പിക്കുക, എന്നിട്ട് അത് യാഥാർത്ഥ്യമാണെന്ന് പ്രചരിപ്പിക്കുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതാണ് അവരുടെ സിദ്ധാന്തത്തിന്റെ ആകത്തുക. മനസ്സിലായില്ലേ? അതിന് പൊളിക്കുന്ന വാദം ഫോസിൽ ശാസ്ത്രജ്ഞന്മാർ തന്നെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഡാർവിനിസം അത് കാലഹരണപ്പെട്ടു പോയ ഒരു സിദ്ധാന്തമാണ് എന്ന് അവർ തന്നെ അംഗീകരിച്ച കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളതിന്റെ കൂടുതൽ പോവേണ്ടതില്ല. പക്ഷെ ഇന്ന് അതിന്റെ പിന്നെ നടക്കുന്ന ആളുകൾ യുക്തിവാദി നിരീശ്വരവാദികളാണ്. കാരണം അവർക്ക് അതേ ഒരു മാർഗമുള്ളൂ, അതിൽ പിടിച്ചു തൂങ്ങുക. കാരണം ഇതുവരേക്കും പ്രപഞ്ചത്തിന് തുടക്കമില്ല, അത് അനാദിയായിരുന്നു. ഈ പ്രപഞ്ചം പണ്ടുണ്ട്, ഇനിയും ഉണ്ടാകും, എല്ലാ കാലവും ഉണ്ടാകും. അതുകൊണ്ട് സൃഷ്ടിച്ച ഒരാളില്ല, അത് ഖദീമാണ്, സൃഷ്ടാവില്ല എന്നുള്ള. പക്ഷെ അത് ശാസ്ത്രം പൊളിച്ചടക്കി, ബിഗ് ബാങ് തിയറിയിലൂടെ അത് പൊളിച്ചടക്കിയപ്പോൾ പിന്നെ അതിനെ പിടിച്ചു തൂങ്ങാൻ മാർഗമല്ല. അതാണ് പിടിച്ചു തൂങ്ങാൻ തുടങ്ങിയത് ഡാർവിൻ സിദ്ധാന്തത്തിന് മേലെ. അതും അവരുടെ ആളുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പരിണാമവാദിയായി ജനിച്ച് പരിണാമശാസ്ത്രത്തിൽ ബിരുദം നേടി ഫോസിൽ ശാസ്ത്രജ്ഞനായി വളർന്നു വന്ന ആളുകൾ തന്നെ ഇതിനെ നിഷേധിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെയും പിടുത്തം വിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവരെന്ത് ചെയ്തിട്ടുണ്ട്, വിഷയങ്ങളൊക്കെ എഴുതിയിട്ട് അത് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലാട്ടെ, അപ്പം തീർത്തും പരിണാമവാദവും ഇസ്ലാമും തമ്മിൽ തീർത്തും ഏറ്റുമുട്ടുന്ന, ഇസ്ലാം മാത്രമല്ല, ജൂതമതമാവട്ടെ, ക്രിസ്ത്യാനി മതമാവട്ടെ, അതുപോലെ തന്നെ ഹിന്ദുമതത്തിലും ഒരു കണക്കിന് ഒരു മനു ആകുന്ന മനുഷ്യന്റെ ആദ്യത്തെ മനുഷ്യൻ എന്നിട്ട് നൂഹ് നബിയെ സംബന്ധിച്ച് നൂഹ് നബിയുടെ ചരിത്രത്തോട് സമാനമായിരിക്കുന്ന ചരിത്രമാണ് മനുസ്മൃതിയിലൊക്കെ ഉള്ളത്. ഒരു പെട്ടകം ഉണ്ടാക്കിയതും അതിൽ സഞ്ചരിക്കാൻ പറഞ്ഞതും ജീവജാലങ്ങൾ അതിനുശേഷം അത് തുടങ്ങിയതെന്നൊക്കെ ഏതിൽ പറയുന്നുണ്ട്, മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ഏകദേശം നൂഹ് നബിയുടെ ചരിത്രത്തോട് സമാനമായ ചരിത്രം. ചുരുക്കം പറയുകയാണെങ്കിൽ ജൂതമതമാവട്ടെ, ക്രിസ്തു മതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, സെമിറ്റിക് മതങ്ങൾ മുഴുവനും തന്നെ ആദം നബി അലൈഹിസ്സലാമാണ് മനുഷ്യ സൃഷ്ടിയുടെ ആദിമ മനുഷ്യൻ എന്ന്, അതുപോലെ ആദിമ പ്രവാചകൻ എന്നും വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. എത്രത്തോളം ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന സിദ്ധാന്തമാണത്, അല്ലേ? നമ്മുടെയും അടിസ്ഥാന സിദ്ധാന്തം തന്നെയാണ്. ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ അവരെന്ത് പറയുന്നു, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ച് ഭക്ഷിച്ചതിന്റെ പാപഭാരം അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഇവിടെ ദൈവം യേശുക്രിസ്തുവായിട്ട് അവതരിച്ചതും കുരിശിലേറി മരിച്ചതും എന്നവർ വിശ്വസിക്കുന്നു. അപ്പൊ അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല ആദിമ മനുഷ്യനായി സൃഷ്ടിക്കുകയും അവർ പഴം പറിച്ച് പഴം ഭുജിച്ചുകൊണ്ട് സ്വർഗത്ത് നിഷ്കാസിതനാവുകയും ചെയ്ത ആ പാപഭാരം എന്നുള്ളതിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അവരും ആദം നബിയിൽ വിശ്വസിക്കുന്നവരാണ്. ജൂതന്മാരും ആദം നബിയിൽ വിശ്വസിക്കുന്ന മുസ്ലിമുകളും ഇസ്ലാമിനുള്ളത് പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ തിരുസന്നത്തുമാണ്. അതാണ് നമ്മുടെ ആധാരങ്ങൾ. അപ്പം എല്ലാ സെമിറ്റിക് മതങ്ങളെല്ലാം തന്നെ ആദം നബി അലൈഹി സ്വലാമാണ് മനുഷ്യപിതാവ് എന്നുള്ള ഇവര് ചൂണ്ടിക്കാണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്താ സ്കൂൾ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് ആദിമ മനുഷ്യനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാ. അതായത് ഇപ്പോ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ മരുഭൂമികളിലൊക്കെ എവിടേക്കോ ഒക്കെ ഭജന പിരിക്കുന്ന അല്ലെങ്കിൽ കാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മുടെ പൂർവിക മനുഷ്യന്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു എന്നൊക്കെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആഫ്രിക്കൻ കാടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ മനുഷ്യന്മാര്, അല്ലേ? ഇപ്പോഴും ഉണ്ട് ആഫ്രിക്കൻ കാടുകളിലൊക്കെ ഭൂലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത. ഞാൻ ഓർക്കുകയാണ് മുമ്പ് ഒരു ക്ലിപ്പ് കണ്ടിരുന്നു. ഏതോ ഒരു ഏത് ഭാഗത്താണ് ബ്രസീലിന്റെ വനാന്തർ ഭാഗത്തിന്റെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ, ഒരു നിരീക്ഷകനാണ് അയാള്, ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിന് ചെറിയ വിമാനം എന്നറിയില്ല, ഓടിച്ചുകൊണ്ട് പോകുമ്പോ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ യാദൃച്ഛികമായിട്ട് നിങ്ങളെ കണ്ടിരിക്കും, സുക്കാനിൽ ബുദായിയ എന്നുള്ള, അല്ലേ? അതെ, അബ്ദുൽ കരീം അത് കണ്ടിട്ടുണ്ട്. അതെ. അപ്പോ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്ത് കണ്ട്, അവിടെ വനാന്തര ഭാഗത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന, കുടിലൊക്കെ കെട്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരെ കണ്ടു. അവര് വെറും കാട്ടിനുള്ളിലാണ് അവരുടെ ജീവിതം. തോലൊക്കെയാണ്, ചിലരൊക്കെ തോല് വസ്ത്രമായി ധരിച്ചിട്ടുണ്ട്, ചിലർക്കൊന്നുമില്ല.
പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവർ ഈ വിമാനത്തിന്റെ അല്ലെങ്കിൽ പിന്നെ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അവരെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കയ്യിലുള്ള അമ്പ് എടുത്തിട്ട് ഈ വിമാനത്തിന് അമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. കാരണം അവരെ മേത്തേക്ക് വീഴുക എന്തോ വലിയ പക്ഷിയാണ് എന്നുള്ള ധാരണയിൽ, എന്തോ നശിപ്പിക്കാൻ വരുന്ന ജന്തുവാണെന്നുള്ള രൂപത്തിൽ അവർ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഈ വിമാനത്തിന് നേരെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് നേരെ അവര് എയ്യാൻ സന്നദ്ധരായി നിൽക്കുന്ന ചിത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതെന്താ? അപ്പോ ഇപ്പോഴും ഉണ്ട് അങ്ങനെ വനാന്തർ ഭാഗത്ത് ആഫ്രിക്കൻ കാടുകളിലൊക്കെ തന്നെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അങ്ങനെ ഒരു ലോകമുണ്ട് എന്നും അവിടെ മനുഷ്യന്മാരുണ്ട് എന്നും പോലും അറിയാത്ത ഒരു വിഭാഗം ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? പല ആളുകളും പല ഭാഗത്തു നിന്നൊക്കെ അവരെക്കുറിച്ച് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരെ പറ്റിയൊക്കെ ആളുകൾക്ക് വിവരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനെ തെളിവായിട്ട് എടുക്കുന്നുണ്ട്? മുൻകാലത്തിലുള്ള മനുഷ്യന്റെ, പ്രാചീന മനുഷ്യന്റെ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യന്റെ തനി രൂപമായിട്ട് ഇവർ അവതരിപ്പിച്ചുകൊണ്ട് അവര് വിദ്യാഭ്യാസം എന്താക്കുന്നുണ്ട്? ഈ മലീമസപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിനൊരു നിരീക്ഷണം നമ്മുടെ ഇസ്ലാമിക ചരിത്രകാരന്മാർ നടത്തുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചില ആളുകൾ കാടുകളിൽ പെട്ടുപോയി? നമ്മുടെ വിശ്വാസപ്രകാരം ആദം നബി അലൈഹി സ്വലാമാണ് ആദ്യത്തെ പ്രവാചകൻ, അല്ലേ? ആദം നബി അലൈഹി സ്വലാം നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, തീർച്ചയായിട്ടും ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. അപ്പൊ മലക്കൾ എന്ത് ചോദിച്ചു? അത്തജ്അലു ഫീഹാ മൻ യഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എന്തിനാണ് ആ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ ആക്കുന്നത്? കുഴപ്പമുണ്ടാക്കുകയും ചോരയൊലിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഇവിടെ ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഡാർവിൻ സിദ്ധാന്തത്തിനെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു വിഭാഗമാണ് കാദിയാനികൾ. നമുക്ക് അത്ഭുതമില്ല കാര്യത്തിൽ. അവർ പറയുന്നത് ഇവിടെ മൈ അഫ്സിദ് ഫിഹ എന്ന് പറഞ്ഞാൽ ആദം നബിയെ അള്ളാഹു തആല പടക്കുമ്പോൾ ഈ ഭൂമി ലോകത്ത് വേറെ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറെ മനുഷ്യരുണ്ട്. അതിനെ കുറിച്ചുകൊണ്ടാണ് മലക്കുകൾ പറഞ്ഞത് മൈ അഫ്സിദ് ഫിഹ. അപ്പോൾ ഇവര് പരസ്പരം കലഹിക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചോരേൽപ്പിക്കുകയും ചെയ്ത അനുഭവം വെച്ചുകൊണ്ടാണ് മലക്കുകൾ എന്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. നമ്മൾ എന്ത് നിഷേധിക്കുന്നില്ല? ആദം നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന അള്ളാഹു തആല മനുഷ്യവർഗത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ മനുഷ്യരൂപത്തിലുള്ള ജീവികൾ ഉണ്ടാവുന്നതിന് വിരോധമൊന്നുമില്ല. മനുഷ്യനോട് സദൃശമായ പല ജീവികളുണ്ടായിരിക്കാം. അതിന് നമുക്ക് എതിരുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് നമ്മൾ അതൊന്നും പറയുന്നില്ല. അപ്പൊ ഇവര് പിക്കിംഗ് മനുഷ്യൻ, അതുപോലെ നിയർത്താണ്ടൽ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പല തലയോട്ടികളും അതും ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് മനുഷ്യന്റെ പൂർവികൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വിഫല ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തില്ല, അത് സത്യമാണെങ്കിൽ, അവരെ പറഞ്ഞ നിഗമനങ്ങളും കാര്യങ്ങളൊക്കെ സത്യമാണുണ്ടെങ്കിൽ നമുക്ക് ഏറി വന്നാൽ എത്താൻ പറ്റുന്ന നിഗമനം എന്താ? ആദം നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന പൂർണ്ണ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനോട് സദൃശമായ ജീവികളൊക്കെ ഉണ്ടായിരിക്കാം. ഇവർക്ക് എന്തെങ്കിലും തലയോട്ടി കിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയാണെന്ന് എങ്ങനെ വിലയിരുത്തും? അല്ലെങ്കിൽ അത് ആ ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിന് മുമ്പാണ് എന്നുള്ള എങ്ങനെയാണ് അവർക്ക് ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിയുക? എന്തുകൊണ്ട് ആദം നബി അലൈഹി സ്വലാമിന് ശേഷമുള്ള വിഭാഗം ആയിക്കൂടാ? പിന്നെ വേറൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ട് എത്ര വർഷമായി എന്ന് പരിശുദ്ധ ഖുർആനിലോ സഹീഹ ഹദീസിലോ കൃത്യമായ കണക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? കൃത്യമായ കണക്ക് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവതരിപ്പിക്കാനുള്ള കൃത്യമായ കണക്കൊന്നും, ഖണ്ഡിതമായ കണക്കുകളൊന്നുമില്ല. ചില കണക്കുകളൊക്കെ അത് ഊഹം പറയുക അല്ലെങ്കിൽ അത് ഒരു ഇജ്തിഹാദിന്റെ പ്രകാരം പറയുക എന്നുള്ളതല്ലാതെ ആദം നബി അലൈഹി സ്വലാമിനെ എന്ന് സൃഷ്ടിച്ചിട്ട് എത്ര വർഷമായി എന്നുള്ള വ്യക്തമായ ഖുർആൻ ഏതാരില്ല എന്നുള്ളത് സംശയമല്ല. ഹദീസിലും അങ്ങനെ വ്യക്തമായിട്ട് ഖണ്ഡിതമായി തെളിയിക്കുന്ന രേഖകളൊന്നും ഹദീസിലുമില്ല. അപ്പോ അത് എത്ര വർഷം മുതൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൃത്യമായി പറയാൻ പറ്റൂല. കുറെ 10,000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രം പറയുന്ന എന്താണ്? മനുഷ്യനെ സൃഷ്ടിക്കുന്ന മനുഷ്യനെ ഇവിടെ ഭൂമി ലോകത്ത് വന്നിട്ട് 7 മില്യൺ വർഷങ്ങളായി. 7 മില്യൺ എന്ന് വെച്ചാൽ 70 ലക്ഷം. 70 ലക്ഷം മനുഷ്യൻ വന്നിട്ട്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് മനുഷ്യനാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? തെളിയിക്കണം. അവര് പല അടവുകൾ പോലും പാറ്റി നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ തലയോട്ടി എടുത്തിട്ട് ചിമ്പാൻസിയുടെ താടിയലിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്ത് പൗരാണിക മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കബളിപ്പിക്കാൻ ശ്രമിച്ചത് 10
10 വർഷത്തിന് ശേഷമാണ് അത് ആ ശാസ്ത്രം തന്നെ അത് കളവായിരുന്നു എന്ന് അവർ തെളിയിക്കുകയുണ്ടായി. ആളുകളെ പറ്റിക്കാൻ വേണ്ടി അതേമാതിരി പല അബദ്ധങ്ങളും അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിലേക്കൊന്നും കിടക്കാം. എന്തുകൊണ്ട് ഇതൊക്കെ എന്താ വെച്ചാൽ ഈ ശരിക്ക് പിന്നെ ഈ ഏവരുണ്ടല്ലോ നിരീശ്വരവാദിയുടെ എന്താണ് അയാളുടെ പേര്, എന്താണ് സ്റ്റീവൻസോ, വലിയ ഒരു നിരീശ്വരവാദി യൂറോപ്പിൽ ഇപ്പോൾ അറിയപ്പെട്ട വലിയ നിരീശ്വരവാദി എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ഡാർവിൻ സിദ്ധാന്തം എന്ന് പറയുന്ന അടിസ്ഥാന ശരിയായിട്ട് അതല്ല അടിസ്ഥാന ശരിയായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചങ്ങായിണ്ടല്ലോ, എന്താ പേര്, സ്റ്റീവൻ ഹോക്കിങ്ങോ അതെ സ്റ്റീവൻ ഹോക്കിങ് അതെ. അപ്പോ അയാൾ പറഞ്ഞെന്താ, അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ഡാർവിൻ സിദ്ധാന്തം അംഗീകരിക്കാൻ കാരണം അതിന്റെ ബദലായിട്ടുള്ളത് ഇവിടെ സൃഷ്ടിവാദമാണ്. അതെ, സൃഷ്ടിവാദമാണ്. ഈ സൃഷ്ടിവാദത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. അപ്പോ അതിന് ബദൽ ഏത് തന്നെയാണ്, ഈ പരിണാമ സിദ്ധാന്തം തന്നെയാണ്. അതേപ്പോ അതിലൊക്കെ അർത്ഥമുള്ളൂ. സൃഷ്ടിവാദം അംഗീകരിച്ചാൽ അതിന് ആ ഒരു സൃഷ്ടി ഉണ്ടെന്നും ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നും, അപ്പൊ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് പറയുമ്പോ ആ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ പടച്ചിട്ട് വെറുതെ ഇട്ടുവിടില്ലല്ലോ. അവന് ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില നിയമാവലികളുണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. അപ്പൊ മനുഷ്യന് ജീവിതം ലക്ഷ്യം വന്ന് അവന് ചില ചിട്ടവട്ടങ്ങളനുസരിച്ച് ജീവിക്കേണ്ടവനാണ് എന്നുള്ളതായ നിയമം വരും. അതൊന്നും ആ രൂപത്തിൽ ജീവിക്കാൻ ഇവർക്ക് സാധ്യല്ല. താൻ തോന്നിയ രൂപത്തിൽ ജീവിക്കാൻ കഴിയൂലല്ലോ സൃഷ്ടിവാദം അംഗീകരിച്ചാല്. അപ്പൊ സൃഷ്ടിവാദമാണ് പരിണാമവാദത്തിന്റെ ബദല് എന്നുള്ളത് കൊണ്ട് അവർ അതൊരിക്കലും എന്ത് ചെയ്യില്ല, അംഗീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഏതായാലാവട്ടെ. അപ്പം അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല ഇല്ലായ്മയ്ക്ക് ശേഷം സൃഷ്ടിച്ചതാകുന്നു. ഖാലിഖു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളും എന്നുള്ളതിൽ ഒന്നും ഒഴിവാവില്ല. അത് അമീബി ഒഴിവാവില്ല, അല്ലാത്തത് ഒഴിവാവില്ല, മനുഷ്യനും ഒഴിവാവില്ല. എല്ലാത്തിനും അല്ലാഹു തആല ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടാക്കിയതാണ്. ഇജാദു ബഅദൽ അദം, ഇതാണ് ഖൽക്കിന്റെ അർത്ഥം. അതാണ് ഇജാദു ബഅദൽ അദം, ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെല്ലാത്തിനും ബാധകമാണ്. ഒന്നിനെ ഒന്നിൽ എന്ത് ചെയ്യുന്നില്ല, പരിണാമല്ല. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പരിണാമമുണ്ട്. അതേതാണെന്നറിയോ? അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പരിണാമമുണ്ട്. അതേതാ? ചിന്താപരമായ പരിണാമം. അത് നമുക്ക് അംഗീകരിക്കാം അല്ലേ? അതായത് മനുഷ്യൻ ആദ്യം ഈ പൗരാണിക അല്ലെങ്കിൽ ഈ പ്രാകൃത ചിന്താഗതി എന്ന് ഒരുപാട് നേരിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഇസ്ലാം വന്നതോടുകൂടെ തന്നെ ഇസ്ലാം ലോകത്തിന് നാനാഭാഗത്തേക്കും എത്തുകയും അതുപോലെ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും സൃഷ്ടാവിനെ സംബന്ധിച്ചും മനസ്സിലാക്കുകയും അതുപോലെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിലൂടെയൊക്കെ പ്രപഞ്ചനാഥന്റെ അടിസ്ഥാനം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതോടുകൂടെ ഈ ലോകത്തിന്റെ വിവിധ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടെ മനുഷ്യന് ചിന്തയിൽ നല്ല പരിണാമം സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം. അല്ലാതെ സൃഷ്ടിപ്പിൽ എന്തില്ല, പരിണാമമില്ല. ചിന്താ പരിണാമങ്ങൾ നമുക്ക് അംഗീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഏതായിരുന്നാലാവട്ടെ. അപ്പൊ അവര് വരച്ചു കാണിക്കുന്ന രൂപമുണ്ട്. അതായത് കാടുകളിലാണ് മനുഷ്യന്റെ തുടക്കം, അസല് അവിടെയാകുന്നുവെന്ന്. എന്നാൽ നമ്മൾ തീർത്തും ഈ വാദത്തിന് എതിരാണ്. നമ്മൾ എതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആദം നബി അലൈഹി സ്വലാം സൃഷ്ടിച്ചു. ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയിൽ നിന്ന് ഹവ്വാ ബീവി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അവരെ സ്വർഗത്തിൽ അവർക്കിഷ്ടമുള്ളത് ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ അല്ലാഹു തആല അവർക്ക് അനുമതി നൽകി. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ പിശാച് എന്ത് ചെയ്തു, അവരെ വൈഭവിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുമുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട്. ആദം നബിയെ സൃഷ്ടിക്കുകയും മലക്കുകളോട് അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയൊക്കെ ചെയ്ത് ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അവനെ അധികാരമായി അഭിശപ്തനാക്കുകയും ചെയ്തു. അവൻ നിഷേധികളിൽ പെടുകയും ചെയ്തു. അഹങ്കാരിയായി തീർന്നു. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യവംശത്തിന്റെ ആജന്മ ശത്രുവായിട്ട് അവൻ പിന്നീട് രൂപാന്തരപ്പെട്ടു. മനസ്സിലായില്ല? അപ്പോ സ്വാഭാവികമായിട്ടും ആദം നബി അലൈഹി സ്വലാമിനെ ഹവ്വാ ബീവിയെ വൈഭവിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൽ വസ്വാസിൽ അകപ്പെടുകയും ചെയ്ത് അന്ന് ആദം നബിയായിട്ടില്ല, ആദം അലൈഹിസ്സലാം പഴം ഭുജിക്കുകയും ചെയ്ത് കാരണമായി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെയാണ് എന്ത് ചെയ്ത് അല്ലാഹു തആല പറഞ്ഞ് ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ, അല്ലേ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും? സന്മാർഗ ദീപങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബീവിയും ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുന്നതിന് മുന്നോടി അല്ലാഹു പറഞ്ഞാ ഫഇമ്മാ യഅതിയന്നകും, നിങ്ങൾക്ക് വരും, എന്നിൽ നിന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഹുദൻ, സന്മാർഗം കാണിച്ചു തരാനുള്ളതായ
പ്രവാചക നിയോഗങ്ങൾ, ഗ്രന്ഥങ്ങൾ ഒക്കെ എന്നിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. എന്റെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റി ജീവിച്ചാൽ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, ധിക്കരിച്ചാൽ അവർക്ക് നാശവുമുണ്ട്. അപ്പോൾ അന്ന് മുതലാണ് അങ്ങനെ ആദം നബി അലൈഹി സ്വലാമാണ് ഈ ലോകത്തെ ആദ്യ മനുഷ്യനും ആദ്യ പ്രവാചകനും. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? ആദം നബി അലൈഹി സ്വലാമാണ് ആദ്യത്തെ അവ്വലുൽ മഖ്ലൂഖാത്ത്, അവ്വലുൽ ബശറും അവ്വലുൽ മഖ്ലൂഖാത്തും. യാതൊരു സംശയ കാര്യത്തിൽ നമ്മുടെ പരമ്പര എത്തിച്ചേരുന്നത് ആരിലേക്കാണ്? ആദം നബി അലൈഹി സ്വലാമിലേക്കാവുന്നു. അല്ലാഹു തആല മനുഷ്യനെ അപാരമായ ബുദ്ധി നൽകിക്കൊണ്ട് ആദരിച്ചിട്ടുണ്ട്. മറ്റ് സൃഷ്ടികളിൽ നിന്ന് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ നന്മയും തിന്മയും വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതായ വിശേഷ ബുദ്ധി കൊടുത്തുകൊണ്ട് അല്ലാഹു തആല ആദരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാം. ആദം നബി അലൈഹി സ്വലാമിനെ പറ്റിക്കാൻ സാധിക്കുമോ അല്ലേ എന്നുള്ള ചർച്ച അല്ലേ? അതൊക്കെ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് തഫ്സീർ ഓതുന്ന സന്ദർഭത്തിൽ ആ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് നമുക്ക് വിഷയങ്ങൾ മാറും. അതിനൊക്കെ പല തഫ്സീറുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഖാദിയാനികൾക്ക് അവിടെ ഒരു വൈബ് വെച്ച വാദങ്ങൾ വേറെയുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തഫ്സീർ ഉണ്ടല്ലോ, നമുക്ക് ക്ലാസ് 3 ദിവസം തഫ്സീർ, 3 ദിവസം ചരിത്രം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തഫ്സീറിന്റെ സമയത്ത് നമുക്ക് കാര്യം വിശദീകരിക്കാമെന്ന് പറയാം. അപ്പോ പിന്നെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി നൽകിയെന്ന് മാത്രമല്ല, പിന്നെ സംസാര ശക്തിയും നൽകി, അല്ലേ? സംസാര ശക്തിയും നൽകി. പിന്നെ അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാമിന്റെ ആദ്യത്തെ അവസ്ഥ എന്താണ്? ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ വെച്ചുകൊണ്ട്, ഞാനൊരു ഹദീസ് ഇവിടെ പറയാം. പിന്നെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചു. ആദം നബിയെ സൃഷ്ടിച്ച് എന്താ ഹദീസിലുള്ളത്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി തൂലുഹു 60 ദിറാൻ. അല്ലാഹു തആല ആദം നബിയെ പടച്ചു അലാ സൂറത്തി, ആദം നബി അലൈഹി സ്വലാമിന്റെ അതേ രൂപത്തിൽ തന്നെ. അതായത് അലാ സൂറത്തി ആദമ, ഇവിടെ പല അർത്ഥങ്ങളുണ്ട്, 2-3 അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും പ്രബലമായ അർത്ഥമാണ് ആദം നബി അല്ലാഹു തആല ആദം നബിന്റെ സൂറത്ത് തന്നെയാണ് പടച്ചത് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ല, കുരങ്ങിൽ നിന്നോ അല്ലെങ്കിൽ കുരങ്ങിന്റേതായ പൂർവികൻ എന്ന് പറയുന്നതിൽ നിന്നോ പരിണമിച്ചുണ്ടായതല്ല. അല്ലാഹു തആല അതോ ഖലഖല്ലാഹു ആദം അലാ സൂറത്തി. ഇതിന്റെ തഫ്സീറും കൂടി ഈ പരിണാമ സിദ്ധാന്തമൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഉലമാക്കൾ ഈ തഫ്സീറും പറഞ്ഞു നോക്കും. നിങ്ങൾ സുബ്ഹാനല്ലാഹ് നോക്കി നിങ്ങളെ അതിന്റെ തഫ്സീറും ഇവിടെ അതിന്റെ വിശദീകരണം പിന്നെ മനാബിയിലാണിത്. ഖലഖല്ലാഹു ആദം അലാ സൂറത്തിഹി. അല്ലാഹു തആല ആദം നബിയെ പടച്ചു ആ ആദം നബിയുടെ രൂപത്തിൽ ഇന്ന് കാണുന്ന, അതായത് ആദം നബിയുടെ സൃഷ്ടിപ്പിന്റെ അതേ രൂപത്തിൽ. ഐ അലാ സൂറത്തി ആദം അല്ലത്തി കാന അലൈഹ മിൻ മബ്ദഇ ഫിത്രത്തിഹി ഇലാ മൗതിഹി. സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ മരണപ്പെടുന്നത് വരെ, വഫാത്താകുന്നത് വരെയുള്ള ആ സൂറത്ത് തന്നെയാണ്. ലം തതഫാവത് ഖാമതു വലം തതഗയ്യർ ഹൈഅതു. അവിടുത്തെ നീളമോ അവിടുത്തെ രൂപമോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, ഏറ്റവും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതായത് രൂപമൊന്ന് വേറെ രൂപമായിരുന്നു, അത് പരിണമിച്ചുണ്ടായതാണെന്നോ പിന്നീട് പിന്നെ വലുപ്പം ചുരുങ്ങിയെന്നോ വലുപ്പം കൂടിയെന്നോ ഒന്നില്ല. ആദം നബി, അതായത് നമ്മുടെ സൃഷ്ടിപ്പൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സൃഷ്ടിപ്പൊക്കെ എന്താണ്? നമുക്ക് ആദ്യം തന്നെ ഇന്ദ്രിയത്തുല്യായി, പിന്നെ അത് രക്തക്കട്ടയായി, മാംസക്കട്ടയായി, പിന്നെ കൈകാലുകൾ വെച്ച് എല്ല് വെച്ച് മനുഷ്യരൂപത്ത് ചെറിയ കുഞ്ഞായി വളർന്ന് പിന്നീട് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി, പിന്നെ യുവാവായി, പിന്നെ എന്തായി മധ്യവയസ്കനായി, പിന്നെ വൃദ്ധനായി. ഇതല്ലേ ഇപ്പൊ നമ്മുടെ ഘട്ടം ഘട്ടമായ പിന്നെ രൂപമാണ് നമുക്കൊക്കെ ഉള്ളത്. ആദം നബി അലൈഹി സ്വലാമിന് അങ്ങനെയല്ല. ആദം നബി അലൈഹി സ്വലാം പടക്കുമ്പോൾ അങ്ങനെ എന്നിട്ട് അടുത്ത ഹദീസ് എന്താ? തൂലുഹു 60 ദിറാൻ. കേട്ടോ, അവിടുത്തെ നീളം എത്രയായിരുന്നു? 60 ദിറാൻ, 60 മുഴമായിരുന്നു. 60 മുഴം നീളത്തിലാണ് മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അപ്പൊ സൃഷ്ടിക്കുമ്പോൾ തന്നെ 60 മുഴയുണ്ട്. അപ്പൊ 60 മുഴം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പുണ്ടല്ലോ അല്ലേ? 60 മുഴം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട്, അന്ന് ഇവിടെ മനുഷ്യരില്ല. അന്ന് ഇവിടെ ഭൂമിയെല്ലാം സൗകര്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലക്കും ഫിഹാ മതാഉൻ ഇലാഹീൻ. നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത സമയം വരേക്കും അതിൽ വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു തആല ഭൂമിയിൽ. അപ്പൊ എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ച് റെഡി ആയിട്ടാണ് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവിയെയും ഇങ്ങോട്ട് വിടുന്നത്. അപ്പോ ഇവിടെ വിഭവങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ കായ്കനികളും മരങ്ങളിൽ നിന്ന് കായ്കനികളൊക്കെ പറിച്ച് ഭക്ഷണം ഭുജിക്കാനും അതുപോലെ തങ്ങളുടെ സൗകര്യത്തിനൊക്കെ ഉപയോഗപ്പെടുത്താനൊക്കെ ഉള്ള രീതിയിൽ നല്ല ഐറ്റുണ്ടായിരുന്നു ആദം നബി അലൈഹി സ്വലാമിന്. പിന്നീട് അതിന് ശേഷം മനുഷ്യൻ എന്തായിക്കൊണ്ടിരുന്നു? ഇപ്പോൾ കാണുന്ന അവസ്ഥ വരെ എത്തിയത് ചുരുങ്ങിക്കൊണ്ടിരുന്നതാണ്.
വലിപ്പം ചുരുങ്ങിക്കൊണ്ടിരുന്നുള്ള. അപ്പൊ നല്ല ഐറ്റം നീളുണ്ടായിരുന്നു, കാമത്ത്, നല്ല കാമത്ത്. അല്ലാതെ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ കുമ്പിട്ട് വന്നിട്ട് നീളം അങ്ങനെയല്ലോ പോയി കാണിക്കുന്നത്. ഡാർവിൻ സിദ്ധാന്തക്കാരെന്താ പറയുന്നത്, ഒരു ആദ്യം തന്നെ ചെറിയ അമീബയായിരുന്നു, അമീബന്ന് പിന്നെ വേറെ ജീവി ഉണ്ടായി, മത്സ്യങ്ങൾ ഉണ്ടായി, പിന്നെ വേറുള്ള ജീവികളുണ്ടായി, അതിന് സസ്യങ്ങളുണ്ടായി, പിന്നീട് ദിനോസാറുണ്ടായി, ദിനോസാറിന്ന് വേറെ ഒന്നുണ്ടായി, പിന്നെ ഇങ്ങനെ നിലത്തുനിന്ന് ഇങ്ങനെ പതുക്കെ പൊന്തി നീർന്നിങ്ങോട്ട് വരിക. എന്നാൽ നമ്മളെ വിശ്വാസത്തില്ല, ആദ്യം തന്നെ സൃഷ്ടിക്കുമ്പോൾ നീർന്ന ശരിക്കും നല്ല ആയിട്ടുള്ള 60 മുഴം നീളമുള്ള ആദം നബി അലൈഹി സ്വലാമിനെയാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത്. മനസ്സിലായില്ലേ? അതൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ള. പിന്നെ വേറെ ആയത്ത് കാണാം, യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബിക്കൽ കരീം. ഓ മനുഷ്യ, നിന്റെ മാനിനായ അള്ളാഹുവിനെ കുറിച്ച് നിന്നെ വഞ്ചിതനാക്കിയ കാര്യം എന്തെന്നാണ്. അല്ലദീ ഖലഖക ഫസവ്വാക, അവൻ നിന്നെ ഇല്ലായ്മക്ക് ശേഷം സൃഷ്ടിച്ചവനാണല്ലോ. ഫസവ്വാക, അവൻ നിനക്ക് നല്ല രൂപമുണ്ടാക്കി. സവ്വാക എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല രൂപമുണ്ടാക്കി. ഫഅദലക ഫി അയ്യി സൂറത്തിൻ, അവൻ നിന്നെ ഫി അയ്യി സൂറത്തിൻ മാഷ, അവൻ ഉദ്ദേശിച്ച ഏറ്റവും നല്ല രൂപത്തിൽ നിന്നെ അവന് ശരിപ്പെടുത്തുകയും ചെയ്ത്. ഫി അയ്യി സൂറത്തിൻ മാഷ റക്കബക്ക്, നിന്നെ അവന്. അപ്പോ അള്ളാഹു റസൂൽ പറയുന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാ ഖറഅത, ഒരു സഹാബിയോട് ചോദിക്കുകയാണ്, അമാ ഖറഅത ആയത ഫി അയ്യി സൂറത്തിൻ മാഷ റക്കബക്ക്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ ഫി സൂറത്തി ഇൻസാനിൻ വൻഷാ ഫി സൂറത്തി ഹിമാരിൻ വൻഷാ ഫി സൂറത്തി ഖിർദിൻ വൻഷാ ഫി സൂറത്തി കൽബിൻ വൻഷാ ഫി സൂറത്തി ഖിൻസീർ. അള്ളാഹു ഉദ്ദേശമെങ്കിൽ ഒരു കഴുതന്റെ രൂപത്തിലാക്കാമായിരുന്നു, അല്ലെങ്കിൽ അവൻ ഒരു കുരങ്ങിന്റെ രൂപത്തിലാക്കാമായിരുന്നു, അല്ലെങ്കിൽ നായുടെ രൂപത്തിലാക്കാമായിരുന്നു, പന്നിയുടെ രൂപത്തിലാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അവൻ ഉദ്ദേശ രൂപത്തിന് മനുഷ്യനായിട്ട് തന്നെ പടച്ചു. അപ്പം പടക്കുമ്പോൾ തന്നെ മനുഷ്യ രൂപത്തിലാണ്. പന്നിയുടെ രൂപത്തിൽ അള്ളാഹു തആല ആരും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുരങ്ങിന്റെ രൂപത്തിൽ പഠിച്ചിട്ട് പിന്നെ അതിന് പരിണമിച്ചുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നാട് രൂപത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അപ്പോ എന്താ പറഞ്ഞു വന്നത് നമ്മള്? അപ്പൊ യൂറോപ്യന്മാരൊക്കെ പഠിപ്പിക്കുന്നതായ അതായത് മനുഷ്യോൽപത്തി, അത് എവിടെ നിന്നാണ് വന്നത്? അത് കാടിൽ നിന്ന് നാടിലേക്ക് വന്നതാണ്. കാടുകളിൽ നിന്ന് എന്തായി കാലക്രമേണ നാട്ടിലേക്ക് വന്നതാണ്, നഗരത്തിൽ കൂടിയതാണെന്നുള്ള. എന്നാൽ നമ്മൾ പറയുന്നു ആദം നബി അലൈഹി സ്വലാം, അതുപോലെ തന്നെ അവർ പഠിപ്പിക്കുന്നത് എന്താണ്? ആദിമ മനുഷ്യന് സംസാരിക്കാൻ അറിഞ്ഞിരുന്നില്ല. മനുഷ്യനായതിനു ശേഷം വാദപ്രകാരം സംസാരിക്കാൻ അറിഞ്ഞിരുന്നില്ല. ആംഗ്യ ഭാഷ കൊണ്ടായിരുന്നു അവർ പരസ്പരം വിനിമയം നടത്തിയിരുന്നത്. അവർക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല, നഗ്നരായിരുന്നു. കുരങ്ങന്മാരായെങ്കിൽ വസ്ത്രം ധരിച്ചെടുക്കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് അവനിന്ന് കുറച്ചും കൂടി പുരോഗമിച്ച ഒരു ജീവിയാണല്ലോ മനുഷ്യൻ. അതുകൊണ്ട് അവനെന്നിട്ടായിരുന്നില്ല, നഗ്നനായിരുന്നു, സംസാരിക്കാൻ അറിഞ്ഞിരുന്നില്ല, അവന് അധികം നീളമുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അതായത് ഇതൊക്കെ നമുക്ക് ഗണ്ണിച്ചുകൊണ്ട് മറുപടി തരാൻ സാധിക്കും. ഇതൊക്കെ ഗണ്ണിക്കുക. നമുക്ക് എന്താ പറയാം? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം, നോക്കി നിങ്ങൾ, ആദം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? ലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. അല്ലേ? രണ്ടുപേരും സ്വർഗത്തിൽ ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം ഈ മരങ്ങളെ നിങ്ങൾ അടുക്കരുത്, അടുത്തുപോയാൽ നിങ്ങൾക്ക് നാശമാണ്, നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ചുരുക്കം പറയുകയാണെങ്കിൽ പിശാചിന്റെ വസ്വാസിൽ പെടുകയും ഫഅകലാ മിൻഹാ ഫബദത് ലഹുമാ സൗആതുഹുമാ വതഫികാ യഖ്സിഫാൻ അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അങ്ങനെയല്ലേ അങ്ങനെയല്ലേ വയാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നത ഫകുലാ മിൻ ഹൈദു ശിഅ്തുമാ. ആദമേ, നീയും നിന്റെ ഇണയും കൂടി തോട്ടത്തിൽ താമസിക്കുകയും ഫകുലാ മിൻ ഹൈദു ശിഅ്തുമാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് തിന്നുകൊള്ളുകയും ചെയ്യുക. വലാ തഖറബാ ഹാദി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. എന്നാൽ ഈ വൃക്ഷത്തെക്കൊള്ള നിങ്ങൾ സമീപിച്ചു പോകരുത്. അങ്ങനെ സമീപിക്കുന്ന പക്ഷം നിങ്ങൾ ഇരുവരും അക്രമികൾ പെട്ടുപോകുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞു. അങ്ങനെ ഫവസ്വസ ലഹുമാ അശ്ശൈത്താനു ലിയുബ്ദിലഹുമാ മാ ഉരിയൻഹുമാ മിൻ സൗആതിഹിമാ. അങ്ങനെ പിശാച് അവർക്ക് ശൈത്താൻ അവർക്ക് എന്ത് ചെയ്ത് അവര് ദുർമന്ത്രം നടത്തി. വസ്വസ ലഹുമാ ശൈത്താനു, ഈ രണ്ടുപേരോടും പിശാച് ശൈത്താന് വസ്വാസ്, അതായത് ദുർമന്ത്രം നടത്തി. എന്തെങ്കിലും യുബ്ദിയ ലഹുമാ മാ ഊരിയ
അവരിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടിരുന്ന അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ അവർക്ക് വെളിപ്പെടുത്താനായിട്ട് ലുബ്ദിയ ലഹുമ, ഈ പിശാച് വെളിപ്പെടുത്താനായിട്ട് മാ ഉരിയ അൻഹുമ, അവരിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടതായിരിക്കുന്ന അവരുടെ ഗോപ്യസ്ഥാനങ്ങള് മീൻ സൗആത്തിഹിമ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടിരുന്നായ അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിശാച് അവർക്ക് ദുർമന്ത്രണം നടത്തി. എന്നിട്ട് പറഞ്ഞു, വക്കാല മാ നഹാകുമാ റബ്ബുകുമാൻ ഹാദി ഷജറത്തി, നിങ്ങൾ രക്ഷിതാവ് ഈ വൃക്ഷത്തിൽ നിങ്ങൾ ഇരുവരെയും വിലക്കിയിട്ടുള്ളത്, നിങ്ങൾ ഇരുവരും എന്തിനു വേണ്ടിയാണ്? അൻ തകൂന ഇല്ലാ അൻ തകൂന മലക്കൈന തകൂന മിനൽ ഖാലിദീൻ, അള്ളാഹു നിങ്ങളെ വിലക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ മരത്തിലെ കനി തിന്നരുത് എന്ന് വിലക്കിയിരിക്കും, നിങ്ങൾ മലക്കുകളായി തീരാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഔ തകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ ഈ പഴം ഭുജിച്ചാൽ സ്വർഗത്തിൽ കാലാകാലവും ജീവിക്കാൻ സാധിക്കും, അതൊന്ന് പുറത്തു പോകൂല, അതൊന്ന് പുറത്തു പോവാതെ കാലാകാലം ഇവിടെ താമസിക്കുന്നവരാവാതിരിക്കാനോ അല്ലെങ്കിൽ മലക്കാവാതിരിക്കാനോ വേണ്ടിയാണ് ഈ പഴത്തുനിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്. അതാ അങ്ങനെ പറഞ്ഞ് വസ്വാസിലാക്കി. കാസമഹുമാ ഇന്നീലക്കുമാ ലമിനൻ നാസീൻ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ഇരുവരുടെയും ഗുണകാംക്ഷിയാണ് എന്നവൻ സത്യം ചെയ്ത് പറയുകയും ചെയ്ത്. ഫദല്ലാഹുമാ ബിഗുറൂറിൻ, അങ്ങനെ അവർ ഇരുവരെയും അവൻ വഞ്ചനയിലൂടെ തരംതാഴ്ത്തി കളഞ്ഞ്. ഫലമ്മാ ദാഖ ഷജറത, അങ്ങനെ ഈ അവരിരുവരും ഈ വൃക്ഷത്തിൽ നിന്ന് രുചി നോക്കിയതോടുകൂടെ ബദത്ത് ലഹുമാ സൗആതുഹുമാ, ഈ ഇരുവരുടെയും ഗോപ്യസ്ഥാനങ്ങൾ വെളിപ്പെട്ടു, ഔറത്ത് വെളിവായി. ഔറത്ത് വെളിവായപ്പോൾ അവർക്ക് ബോധം വന്ന് യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിന്റെ ഇലകളിൽ നിന്ന് സ്വർഗത്തിന്റെ ഇലകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ ഇരുവരും തങ്ങളുടെ ശരീരം പൊതിയാൻ തുടങ്ങി, ഔറത്ത് മറക്കാൻ തുടങ്ങി. അപ്പം പഴം ഭുജിച്ചു പോയപ്പോഴേക്കും അവർക്ക് ബോധം വന്ന് അവർ ഔറത്ത് വെളിവായി എന്ന് കണ്ടപ്പോൾ ലജ്ജ കാരണമായിട്ട് സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന് ഇലകളൊക്കെ പറിച്ചുകൊണ്ട് അതിനെ അവർ മറക്കാൻ തുടങ്ങി. യഖ്സിഫാനി മിൻ വറഖിൽ ജന്ന, ഇവിടെ എന്താ മനസ്സിലാവുന്ന ഒരു സത്യം അല്ലാഹു പറയുന്നത്. അപ്പോൾ ആദിമ മനുഷ്യൻ എന്തുണ്ടായിരുന്നു? ആദിമ മനുഷ്യൻ സംസാരിച്ചിരുന്നു. നമുക്കറിയാം ആദിമ മനുഷ്യൻ എന്ത് നമ്മൾ പറഞ്ഞല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? മലക്കു അള്ളാഹു തആല പറഞ്ഞ് അതിനെ പോയിട്ട് എന്ത് ചെയ്യ്, ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക. അതാ ഫലമ്മാ ഖലക, നേരത്തെ പറഞ്ഞ ഹദീസ് പൂർത്തിയാക്കാൻ മറന്നുപോയി. ഫലമ്മാ ഖലക, ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല 60 മുഴത്തോടുകൂടെ അള്ളാഹു സൃഷ്ടിക്കുകയും ഫലമ്മാ ഖലക, അള്ളാഹു തആല പടച്ചപ്പോൾ ഇത് കാല അള്ളാഹു പറഞ്ഞ് ഇദ്ഹബ് പോയി ഫസല്ലിം അലാ ഉലൈക ലിനഫരി മിനൽ മലായികത്തി ജുലൂസിൻ, അവിടെ ഇരിക്കുന്ന മലക്കുകൾക്ക് പോയി സലാം പറയുന്നു പറഞ്ഞു. ഫസ്മഅ മാ യുഹയ്യൂനക, ആ മലക്കുകൾ എന്താണ് നിങ്ങളോട് അഭിവാദനം ചെയ്യുന്നത്, അഭിവാദ്യ പദം എന്താണ് എന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. ഫൈൻഹാ തഹിയ്യത്തുക വ തഹിയ്യത്തു ദുരിയതിക, അത് നിങ്ങളുടെയും നിങ്ങളുടെ സന്തതികളുടെയും അഭിവാദ്യന വാചകമാണത്. ഇതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് മലക്കുകൾ എന്താണ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഫക്കാല അസ്സലാമു അലൈക്കും, ആദം നബി അലൈഹി സ്വലാം ആദ്യം ചെന്ന് മലക്കുകൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫക്കാലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അപ്പൊ എന്തായി? സലാം പറയുമ്പോൾ റഹ്മത്തുള്ളാഹി കൂട്ടി പറഞ്ഞു. വഹാദല്ലദീ വറദ ബിഹി ശറഉ, അതാണ് ശറയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ എന്തായി? ആദം നബി അലൈഹി സ്വലാം സംസാരശേഷി ഉണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു, ഔറത്ത് മറച്ചിരുന്നു, നല്ല നീളമുള്ള ഹൈറ്റുള്ളതായിരിക്കുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചത്, അല്ലേ? അപ്പൊ 3 കാര്യം വളരെ വ്യക്ത. ഔറത്ത് മറച്ചിരുന്നു, അതായത് ഇവര് പ്രചരിപ്പിക്കുന്നത് പോലെ ഭൗതികന്മാര് അല്ലെങ്കിൽ നിരീശ്വരവാദികള് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ എന്തായിരുന്നില്ല, ആദിമ മനുഷ്യൻ നഗ്നനായിരുന്നില്ല, സംസാരശേഷി ഇല്ലാത്തവനായിരുന്നില്ല. ഒക്കെ എന്താ, സംസാരശേഷി ഉള്ളവരും ഔറത്ത് മറച്ചുകൊണ്ട് ലജ്ജ എന്ന് പറയുന്നതായ ആ പ്രത്യേകമായിരിക്കുന്ന ഗുണം അല്ലാഹു തആല അവർക്കൊക്കെ കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് പോകുന്നില്ല. ചുരുക്കം പറയാനുണ്ടെങ്കിൽ ഇവര് സുഹൃത്തെ, നിങ്ങൾ അടിമമാരാണെങ്കിൽ പറയാം, ഡോട്ട് മാറ്റാൻ കേട്ടോ. എന്നോട് ഇപ്പോൾ പറയാൻ എനിക്ക് എല്ലാ പണിയും കൂടെ നടക്കൂല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചതായ ആദ്യത്തെ സൃഷ്ടിക്ക്, അതായത് മനുഷ്യ സൃഷ്ടിക്ക് ബുദ്ധി കൊടുത്തിരുന്നു, സംസാര ശക്തി കൊടുത്തിരുന്നു, അതുപോലെ തന്നെ ഔറത്ത് മറക്കാനുള്ളതായിരിക്കുന്ന വിവേക ബുദ്ധി കൊടുത്തിരുന്നു
എല്ലാം നൽകിയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ? തീർച്ചയായിട്ടും അതാ. എന്നാൽ ഈ ഭൗതികന്മാര് പ്രചരിപ്പിക്കുന്നത് എന്താ? അവർ പറയുന്നത് ആഫ്രിക്കയുടെ വനാന്തർഭാഗങ്ങളിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ മരുഭൂമികളുടെ ആ വിശാലതയിൽ എവിടെയോ ചടഞ്ഞിരിക്കുന്നതായ ഒരു മനുഷ്യനെയാണ് ഒരു ആദിമ മനുഷ്യനായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താ? ഇപ്പോൾ കാടുകളിലൊക്കെ ഉള്ള മനുഷ്യര് അവരും യഥാർത്ഥത്തിൽ നാട്ടിലുള്ളവർ തന്നെയായിരുന്നു. അവരുടെ മുൻഗാമികള് നാട്ടിലുള്ളവരായിരുന്നു. പിന്നീട് അവർ കാടിലേക്ക് എത്തിപ്പെട്ടതാണ്. ഭൗതികവാദികൾ പറയുന്നത് പോലെ കാടിൽ നിന്ന് നാട്ടിലേക്ക് എത്തിപ്പെട്ടതല്ല. നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും ഒരു സമൂഹമായി കഴിഞ്ഞിരുന്ന നാഗരികതയിൽ നിന്ന്, സംസ്കൃതിയിൽ നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെവിടേക്ക് പോയതാണ്? കാട്ടിലേക്ക് എത്തിപ്പെട്ടതാണ്. തീർത്തും വ്യത്യാസമുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് അവർ കാട്ടിലേക്ക് എത്തിപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അവര് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തിപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർത്തും വ്യത്യസ്തമുള്ളതായ രണ്ട് വീക്ഷണങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? മനുഷ്യന് അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി, ഉത്തമ രൂപത്തിൽ പ്രത്യേക ബുദ്ധി നൽകി, ഔറത്ത് മറച്ചവനായ നിലക്ക് സംസാരശക്തി നൽകി ആണ് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്നാണ്. എന്നാൽ പിന്നീട് വന്ന അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ള പ്രവാചകന്മാരെ നിയോഗിച്ചു കൊടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ വനാന്തർഭാഗങ്ങളിലുള്ളതായ മനുഷ്യരെന്നും ആദിമ മനുഷ്യൻ എന്ന് പറയുന്ന പ്രാചീന മനുഷ്യന്റെ പിൻഗാമിയല്ല, അത് പിൽക്കാലത്ത് അവിടേക്ക് എത്തിപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും ആദം നബി അലൈഹി സ്വലാമിന് ശേഷമായിട്ട് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാം 1000ഓളം വർഷം, അല്ലെങ്കിൽ 950ഓളം വർഷങ്ങൾ ആദം നബി അലൈഹി സ്വലാം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന് ശേഷം ദാവത്ത് ഏറ്റെടുത്തത് ഷീഫ് നബി അലൈഹി സ്വലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാമും ഒക്കെയാണ്. അങ്ങനെ അവരുടെ ജനതയ്ക്ക് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞുകൊടുത്തു. അങ്ങനെ അവരും വഫാത്തായി കഴിഞ്ഞു. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ദാവത്താണ് വന്നത്, അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ദാവത്താണ് വന്നത്. അങ്ങനെ അവരും ഒരുപാട് വർഷം അവരുടെ അനുയായികൾക്ക്, അവരുടെ ജനതയ്ക്ക് ഇസ്ലാമിക പ്രബോധനമൊക്കെ നൽകി, വർഷങ്ങളോളം പ്രബോധനം നൽകി. അവസാനം കുറഞ്ഞ ആളുകൾ മാത്രം വിശ്വസിച്ച് പിന്നീട് ആ നിഷേധികളായ വിഭാഗത്തെ അള്ളാഹു നശിപ്പിക്കുകയും നൂഹ് നബി അലൈഹി സ്വലാമിനെയും കുറഞ്ഞ ആളുകളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തി, അവരെ കപ്പലിലൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരിലൂടെയാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഭൂമി ലോകത്ത് മനുഷ്യവംശത്തെ എന്ത് ചെയ്യുന്നത്? രണ്ടാമതായിട്ട് അള്ളാഹു തആല വളർത്തിയെടുക്കുന്നത്. ആരുടെ? ഈ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രളയം മുഖേന ഭൂമി ലോകത്തുള്ള എല്ലാ ജീവികളും നശിച്ചുപോയിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിൽ അവർ കയറ്റിതാരിക്കുന്ന കുറഞ്ഞ ആളുകളും എല്ലാ വിഭാഗത്തും ഇവിടെ ഉണ്ടാവേണ്ട ജീവികളിൽ നിന്ന് എല്ലാ വസ്തുക്കളെയും ഇണയും തുണയും കയറ്റി അവരിലൂടെയാണ് പിന്നീട് ഭൂമിയിൽ ഉണ്ടാകുന്നത് മനുഷ്യവംശം വ്യാപകമാകുന്നത്. അങ്ങനെ അവരിൽ വീണ്ടും വ്യതിയാനമുണ്ടായി. നൂഹ് അലൈഹി സ്വലാമിന്റെ ജനതയിൽ, പിന്നീട് അവരുണ്ടായ ജനതയിൽ വീണ്ടും വ്യതിയാനമുണ്ടായപ്പോൾ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാർ ഇവർ അംഗീകരിച്ചില്ല. മനസ്സിലാക്കണം, പ്രവാചകന്മാരെ അംഗീകരിക്കാത്തപ്പോൾ അല്ലാഹു തആല അവരെ ശിക്ഷ അനുഭവിപ്പിക്കാൻ വേണ്ടി അവർക്കുള്ള എതിരാളികൾ അല്ലാഹു തആല അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ഈ വിഭാഗത്തെ അല്ലാഹു തആല അള്ളാഹു നിയോഗിച്ച സൈന്യത്തിനെ കൊണ്ട് ഇങ്ങനെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. അതായത് അവർ ചെയ്തു കൂട്ടിയ തൊമ്മാടിത്തത്തിന് ശിക്ഷയായിക്കൊണ്ട് അല്ലാഹു തആല അവരെ നാടുകളിൽ നിന്ന് അവരെ ആട്ടിയകറ്റാൻ തുടങ്ങി. അവർ ഓടി അവരിങ്ങനെ ഒരു നാട് വിട്ടുകിടക്കുമ്പോൾ അവർ പിന്നിൽ വീണ്ടും അവരുടെ ശത്രു അല്ലാഹു തആല അവരെ മേൽ ഏൽപ്പിച്ചതായിരിക്കുന്ന അവരുടെ ശത്രു വീണ്ടും അവരെ പിന്തുടരുന്നു. അവർ വീണ്ടും സഞ്ചരിച്ച് അവർ കാടുകളിലേക്ക് എത്തിപ്പെടുന്നു. നമ്മുടെ ചിത്രം അങ്ങനെ നമ്മുടെ ഇസ്ലാമിക ചരിത്രകാരന്മാര് വരച്ച, അതായത് ഈ ഇന്നത്തെ ആധുനിക ശാസ്ത്രം വരച്ചു കാണിക്കുന്ന
പ്രാകൃത മനുഷ്യന്റെ രൂപം അല്ല ഇസ്ലാം കാണുന്ന പ്രാകൃത മനുഷ്യന്റെ രൂപമുള്ളത്, വ്യത്യാസമുണ്ട്. ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നത് പ്രവാചകത്വം നിഷേധിച്ച ആളുകളെ ശിക്ഷിക്കുവാൻ അല്ലാഹു തആല ഒരു വിഭാഗത്തെ അയക്കുകയും അങ്ങനെ ഇവരുടെ പിടുത്തത്തും രക്ഷപ്പെടാൻ വേണ്ടി ഇവര് ഓടി അകന്നുകൊണ്ട് ഓരോ നാടുകളും അതുപോലെ തന്നെ ഓരോ പ്രദേശങ്ങളും കുന്നുകളും മലകളൊക്കെ കയറി അവസാനം ഇവർ കാട്ടിൽ താമസിക്കാൻ തുടങ്ങി. ആ ഒരു വിഭാഗം അള്ളാഹുവിന് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവാചക നിഷേധികളായ പ്രവാചകന്മാരെ ധിക്കരിച്ചിരുന്ന ഈ വിഭാഗം അവരുടെ ജീവിതം ശിഷ്ടജീവിതം കാടുകളിൽ താമസിക്കുവാനാണ് അള്ളാഹു തആല കണക്കാക്കുകയും അങ്ങനെ അവർ കാടുകൾ താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തായി? അവര് ആരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അത് നിഗമനങ്ങൾ, അതായത് നമ്മുടെ ഇസ്ലാമിക ചരിത്രകാരന്മാര് ഇത് കാണുന്ന ഈ വിടവ് നികത്താൻ വേണ്ടി അവര് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുത്തതായ നിഗമനങ്ങൾ, അതിന്റെ അടിസ്ഥാനമുള്ള നിഗമനം എന്താണ്, അല്ലാതെ അതിപ്പോ എന്താണെന്നുള്ള രൂപത്തില് ഒരു ഇതുണ്ടല്ലോ, അതിന് ഇജ്തിഹാദ് ചെയ്തുകൊണ്ട്, അതായത് ഖുർആനും ഹദീസിൽ നിന്നും എങ്ങനെയാണ് ഇവരുടെ അടിസ്ഥാനം നമുക്ക് കണ്ടെത്തുക എന്നുള്ള ആ ഗവേഷണത്തിലൂടെ അവർക്ക് ഉരുത്തിരിഞ്ഞു വന്ന നിഗമനങ്ങളാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അവർ പ്രവാചക നിഷേധികളായിരിക്കുന്ന പിൽക്കാലത്തുള്ള ആളുകൾ അല്ലാഹു തആല അവർക്കെതിരെ ശത്രുക്കളെ അവരിൽ അടിച്ചേൽപ്പിക്കുകയും അവരെ പിന്തുടർന്ന് അവരെ കാടുകളിലേക്ക് എത്തിക്കുകയും അങ്ങനെ അവര് ആളുകൾ താമസമില്ലാത്ത വനാന്തരങ്ങളിലേക്ക് എത്തിപ്പെടുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അവിടെ സ്ഥിരതാമസമാക്കി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എവിടേക്ക് എത്തിയിട്ട് നല്ല ചൂടുള്ള പ്രദേശത്ത് എത്തിപ്പെട്ടു, നല്ല ഉഷ്ണപ്രദേശത്തേക്ക് ചില ആളുകൾ എത്തിപ്പെട്ട്. അപ്പോ കാലക്രമേണ അവർക്കെന്തില്ല, ഈ ചൂട് കാരണമായിട്ട് അവർ വസ്ത്രം ഒഴിവാക്കി. ചൂട് പ്രദേശത്ത് എത്തിപ്പെട്ടപ്പോൾ ചൂട് ശക്തമായി വന്ന സന്ദർഭത്തിൽ അവർ വസ്ത്രത്തിൽ നിന്ന് അവർ വിമുക്തരായി. അതുവരെ ധരിച്ചിരുന്ന വസ്ത്രം അവർ ഒഴിവാക്കി, അവർ അങ്ങനെ നഗ്നരായി. ഒരു വിഭാഗം ആളുകൾ ചൂട് പ്രദേശത്ത് എത്തിപ്പെട്ടായിരിക്കുന്ന ആളുകൾ നഗ്നരായി താമസിച്ച്. എന്നാൽ ഈ ചില തണുപ്പുള്ള പ്രദേശത്ത് എത്തിപ്പെട്ട ആളുകളുണ്ട്. ഇങ്ങനെ ആട്ടി അകറ്റപ്പെട്ട പ്രവാചകന്മാരെ ധിക്കരിച്ചത് കൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചതിന്റെ മേലിൽ ആട്ടി അകറ്റപ്പെട്ടതായിരിക്കുന്ന ഈ ജനവിഭാഗം, ഒരു വിഭാഗം നല്ല ശൈത്യ ഭൂമിയിലേക്കും മറ്റൊരു വിഭാഗം നല്ല ഉഷ്ണഭൂമിയിലേക്കും എത്തിയപ്പോൾ ഉഷ്ണഭൂമിയിലുള്ള ആളുകൾ അവർ അതുവരെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ആ ചുറ്റുപാടിനോട് യോജിച്ചുകൊണ്ട് ആ പരിസ്ഥിതിയോട് യോജിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം അവർ ജീവിച്ചു. വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നഗ്നരായ രൂപത്തിൽ. അതുപോലെ തന്നെ അവിടെയുള്ള കാടുകളിൽ ലഭിക്കുന്ന കായ്കനികളും മറ്റും ഭക്ഷിച്ചുകൊണ്ട് അവരങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഉഷ്ണപ്രദേശത്ത് എത്തിയായിരിക്കുന്ന ആളുകൾ ശൈത്യ പ്രദേശത്തേക്ക് എത്തിയായിരിക്കുന്ന ജനവിഭാഗമോ അവരവിടെ കണ്ടിരുന്ന മൃഗങ്ങളുടെയും മറ്റുമൊക്കെ തോലുകളൊക്കെ എടുത്തിട്ട് അവർ തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കി തോല് ധരിച്ചിങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത് വലമ്മാ കാനത്ത്. ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. വലമ്മാ കാനത്ത് മനാതിഖുഹ അല്ലതി വസലത് ഇലൈഹ ഹദീസൻ ലാ തൂജദു ഫിഹാ ഹാജാതുഹൽ അസാസിയ മിൻ തആമിൻ വലിബാസിൻ വമഅവ. ഈ ജനവിഭാഗം എത്തിപ്പെട്ടതായിരിക്കുന്ന മേഖല, അതിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സൗകര്യങ്ങൾ അവിടെ ലഭിക്കാതിരുന്നപ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണല്ലോ അടിസ്ഥാനപരമായിരിക്കുന്ന മനുഷ്യന്റെ ആവശ്യം. ഇത് അവർ അവിടെ ലഭിക്കാതിരുന്നപ്പോൾ അവിടുത്തെ ആ പാശ്ചാത്തലം, ആ പരിസ്ഥിതി അവർക്ക് നൽകിയതായിരിക്കുന്ന ആ സൗകര്യങ്ങളൊക്കെ അവർ സ്വീകരിച്ചു. അതായത് ഫമൻ അഖാമഹ മിനഫിൽ മനാതിഖിൽ ഹാറ, ഉഷ്ണപ്രദേശങ്ങളിൽ താമസിച്ചായിരിക്കുന്ന ആളുകൾ ലം യകുൻ ബിഹാജത്തിൻ ഇല ലിബാസി ഫവല്ല ആര്യൻ. ഉഷ്ണപ്രദേശത്ത് താമസിച്ചായിരിക്കുന്ന ആളുകൾക്ക് വസ്ത്രം ആവശ്യമില്ലാത്തത് കൊണ്ട് അവർ നഗ്നരായി തന്നെ അവിടെ കഴിഞ്ഞുകൂടി. വൈന്നമാ സത്തറ ഔറത്തോ, അവന്റെ ഔറത്ത് അവൻ മറച്ചു. ബിലിഹായ് ഷജരി വൗറാഖി, മരങ്ങളുടെ ഇല കൊണ്ടും തോലുകൊണ്ടും ഒക്കെ വസ്ത്രം മറച്ചു. അവൻ ആശമിന്നാഫിൽ ബിലാദിൽ ബാരിദത്തി, അവരിൽ നിന്ന് തണുപ്പ് പ്രദേശത്തേക്ക് ചേക്കേറേണ്ടി വന്നായിരിക്കുന്ന വിഭാഗം ആളുകൾ അവർ ഇത്തഖദ മിൻ ജുലൂദി, അവർ എത്തിപ്പെട്ടായിരിക്കുന്ന ആ പാശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പരിസ്ഥിതിയിൽ നിന്ന് അവർ മൃഗങ്ങളുടെ തോല് ഉപയോഗപ്പെടുത്തി. വജദഹുന, അവിടെ ലഭിച്ച മൃഗങ്ങളുടെ തോല് ഉപയോഗപ്പെടുത്തി. വഖ്താത ബിഹാ ലിബാസൻ വരീഷൻ, അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അതിനെ വസ്ത്രമായിട്ട് അവർ ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ അതിന്റെ ആ പരിസ്ഥിതിയിൽ നിന്ന് അവർ എന്തുണ്ടാക്കി, ഭക്ഷണത്തിന് സൗകര്യം കണ്ട്, താമസിക്കാനുള്ള സൗകര്യം കണ്ട്. ഫഹാദൽ ഇൻസാൻ ലദി ആശഫിൽ മനാതിഖിൽ ഹാറ,
ഈ ഉഷ്ണ പ്രദേശങ്ങൾ താമസിച്ച ഈ മനുഷ്യൻ കത് ആശാല ജമ്മി സിമാരി, അവൻ പഴങ്ങൾ ശേഖരിച്ചുകൊണ്ട് ജീവിച്ചു. വെൽത്തിക്കാത്തിന്റെ ഭാത്താത്തി, സസ്യങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ടും പഴങ്ങൾ ശേഖരിച്ചുകൊണ്ടും അവർ ജീവിച്ചു. വസക്കന ജുദുവൽ അഷ്ജാരി, മരത്തിന്റെ ചില്ലകളിൽ അവൻ വീടുണ്ടാക്കി. വാല അഹസാനിയ, മരത്തിന്റെ കൊമ്പുകളിലും, കണ്ടില്ലേ മരത്തിന്റെ കൊമ്പുകൾ, മരത്തിന്റെ മുകളിലൊക്കെ ഇവറ്റ ഈ കുറുമറൊക്കെ താമസിക്കുന്നത് പോലെ മരത്തിന്റെ മുകളിൽ കൊമ്പുകൾക്കുള്ളിലൊക്കെ ചെറിയ കൂടുകളും കൂരകളൊക്കെ ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി. അതാക്കല്ലത് ആശഫി മനാത്തിക്കൽ ഭാരതത്തി, തണുത്ത പ്രദേശത്ത് അല്ലെങ്കിൽ ശൈത്യ പ്രദേശത്ത് താമസിച്ചായിരിക്കും വിഭാഗം കത് അക്കാമ ഹയാത്തു അലാ ലുഹുമുൽ ഹൈവാനാത്തി, അവർക്ക് അവിടെ സുലഭമായി ലഭിച്ചിരുന്ന മൃഗങ്ങളുടെ മാംസവും ഒക്കെ അവർ എന്ത് ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ ജീവിച്ചു. ആ മൃഗത്തിന്റെ തോലെടുത്ത് ഇവരെന്ത് ചെയ്ത് അവരെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ആ മൃഗത്തിന്റെ എല്ലെടുത്തുകൊണ്ട് അവർ ആയുധങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ചെറിയ കുടിലുകളും കൂരകളൊക്കെ ഉണ്ടാക്കി തണുപ്പിനെ അവർ അകറ്റാൻ വേണ്ടി അങ്ങനെയും അവർ നിന്നു പോന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വിഭാഗം കാലാന്തരത്തിൽ ആ കാടുകളിൽ തന്നെ അവർ താമസിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ പ്രവാചകന്മാരെ നിഷേധിച്ചതിന് പകരമായിട്ട് അള്ളാഹുത്താല അതിന്റെ പ്രത്യാഘാതം എന്നതിലേക്ക് അള്ളാഹുത്താല അവരെ കാടുകളിലേക്ക് അകറ്റുകയും ആ കാടുകളിൽ ജീവിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ കാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ കാടിന്റെ പരിസ്ഥിതി അനുസരിച്ചുകൊണ്ട് ചൂടാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ അവർ തണുപ്പ് പ്രദേശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും അവർ അങ്ങനെ നിന്നു പോകുന്നതാണ്. അങ്ങനെ വേട്ടയ്ക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ അധിക സമയങ്ങളും അവർ സ്വന്തമായിട്ടായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ അവരുടെ അതുവരേക്കും കാണാത്തായിരിക്കുന്ന പല മൃഗങ്ങളെ കാണും, അതുവരെ കാണാത്ത പല സസ്യങ്ങളെ കാണും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി അവർ അതിനൊരു ഭാഷ ഉപയോഗിക്കും. ആ മൃഗത്തിന് മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു ഭാഷ ഉപയോഗിക്കും. അങ്ങനെ അവരുടേതായ ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കുടുംബം അടങ്ങിയതായിരിക്കുന്ന വ്യക്തികൾ അടങ്ങിയ ഒരു കുടുംബമായിരിക്കും. അപ്പൊ എന്താ ഈ മൃഗത്തിനുള്ള ഭാഷ ഈ കുടുംബം മാത്രമേ അറിയുള്ളൂ. അവർ കണ്ട മൃഗത്തിന് ഒരു പേരിടുന്നു, ആ പേര് ഈ കുടുംബത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും വേറെ ഏതെങ്കിലും അപ്പുറത്ത് കാടുകളിൽ ഇരിക്കുന്ന ആ വിഭാഗത്തിന് ഇതിന്റെ പേര് അവർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ദൂരെയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് അങ്ങനെ അവർക്ക് അവരുടെ ഭാഷയും സംസാരമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നീട് സ്വന്തമായ സഞ്ചാരം കാരണമായിട്ട് അവർക്ക് എന്ത് ചെയ്ത് ഈ ഭാഷകൾ തന്നെ അവർക്ക് കൈമാറാൻ സാധിക്കാതെ ആംഗ്യ ഭാഷയിലേക്ക് കടന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് യൂറോപ്യൻ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് പോലെ ആദിമമായിട്ട് മനുഷ്യൻ എന്തിനല്ല കാടുകളിൽ ആയിരുന്നു താമസിച്ചിരുന്നത് എന്നതല്ല ശരി. എന്താവുന്നു, ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാം എന്ന് ഉടലെടുത്തതാണ്. അവര് പ്രവാചകന്മാരെ ധിക്കരിച്ചത് മൂലം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടാണ് അവർക്ക് കാടുകളിലേക്ക് അവർക്ക് കുടിയേറി പാർക്കേണ്ടി വന്നതെന്നും ആ കുടിയേറി പാർക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന സാഹചര്യം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് വളർന്നു വന്നതാണ് ഇപ്പോഴുള്ള തലമുറകളൊന്നും. കാടുകളിലൊക്കെ താമസിക്കുന്ന വിഭാഗം അതാണ്. അതല്ലാതെ കണ്ട് ഈ കാടുകളിൽ താമസിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാട്ടിയിട്ട് അവരാണ് മനുഷ്യരുടെ പൂർവികര് എന്ന് പ്രചരിപ്പിക്കുന്നത് ചരിത്രത്തോടും യാഥാർത്ഥ്യത്തിനും എതിരുള്ളായിരിക്കുന്ന കൊഞ്ഞനം കൊത്തലായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും ഒക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ഇതിനെ ഇങ്ങനെയല്ലാതെ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏതിൽ നിന്നല്ല മനുഷ്യന്റെയും കുരങ്ങിന്റെയും ഒക്കെ പൂർവികൻ ഒരാളാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാറ്റിന്റെയും അസ്ല് ഒന്ന് അസ്ല് എന്ന് വെച്ചാൽ ജീവജാതികളുടെ എല്ലാം അടിസ്ഥാനം ഒന്നാണ് എന്നുള്ള ആ സിദ്ധാന്തത്തിലേക്ക് നമുക്ക് അതിനെ അംഗീകരിക്കാനും അതിനെ നമുക്ക് ഒരു വിശ്വാസാചാരമായിട്ട് സ്വീകരിക്കാനും സാധ്യമല്ല. പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ അവന് വേറിട്ട ജീവിയാകുന്നു. മറ്റൊന്നിൽ നിന്ന് അവൻ പരിണമിച്ചുണ്ടായിട്ട് പുരോഗമിച്ചു വന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ അറിവും പക്വതയും വിവേകവും സൗന്ദര്യവും എല്ലാം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഖലഖ ആദമ ബിയദൈഹി എന്നാ പറഞ്ഞ അള്ളാഹു താലാന്റെ പ്രത്യേകമായ പരിഗണന കൊണ്ടിട്ട്. എന്താണ് യദൈഹി എന്ന് വെച്ചാൽ അള്ളാഹു താലാന്റെ ഇരുകൈ എന്നല്ല അർത്ഥം വെക്കേണ്ടത്. അള്ളാഹു പ്രത്യേകമായി പരിഗണിച്ചിട്ട് മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു ഇഹ്തിമാം ഇനായത്തുൻ അക്സർ, അതായത് അള്ളാഹു പ്രത്യേകമായ പരിഗണന നൽകിയിട്ട് അള്ളാഹു താല സൃഷ്ടിച്ച ഒരു ജീവിയാകുന്ന മനുഷ്യൻ. ഈ മനുഷ്യനേക്കാൾ ഉത്തമനായിരിക്കുന്ന ഒരു ജീവി മനുഷ്യനേക്കാൾ ഉത്തമനായ ജന്തുവർഗങ്ങളിൽ ഇന്ന് കാണാൻ സാധ്യമല്ല. മനുഷ്യൻ തന്നെയാണ് മലക്കിനേക്കാൾ, മനുഷ്യരിലെ പ്രവാചകന്മാര്
മലക്കിനേക്കാൾ ഉന്നതന്മാരാകുന്നു എന്നുള്ളതും കൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ചുരുക്കത്തിൽ, അതായത് നമ്മുടെ വീക്ഷണവും യൂറോപ്യന്മാരുടെ വീക്ഷണവും കാര്യമായ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ വാക്കുകളിലൂടെയാണെങ്കിലും ഡാർവി സിദ്ധാന്തം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിശ്വാസ ആചാരങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആ വിഗ്രഹത്തെ നാം ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞ്, അപ്പോൾ ഖാലിഖ് അള്ളാഹുവാണ്, ഖാലിഖ് അള്ളാഹുവാണെന്ന് നാം അംഗീകരിക്കുമ്പോൾ അവനില്ലായ്മയ്ക്ക് ശേഷം അതിനെ അവന്റെ പൂർണ്ണമായ അതിന്റെ രൂപത്തോടുകൂടെ തുടങ്ങി പടച്ചവനാണ് എന്നുള്ള വിശ്വസിക്കുന്ന നമുക്ക് ഒരു ജീവിയെയും മറ്റൊന്ന് പരിണമിച്ചുണ്ടാതാണെന്നുള്ള വിശ്വാസം നമുക്ക് പുൽകാൻ സാധ്യമല്ല, അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ ചരിത്രം തുടങ്ങുന്നത് ആദം നബി അലൈഹി സ്വലാം എന്നാണ്. അവിടെ നിന്നാണ് മനുഷ്യന്റെ ശരിയായ ചരിത്രം തുടങ്ങുന്നതും ഉദ്ധാന പതനങ്ങൾക്കൊക്കെ സാക്ഷിയാവുന്നതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഒരു ക്ലാസ്സും കൂടിയുണ്ട് ചരിത്രത്തിൽ ഈ ആഴ്ച. അപ്പോൾ അതും എന്ത് ചെയ്യുക, ആദം നബി അലൈഹി സ്വലാമും ആദം നബി സ്വലാമിന്റെ സന്താനങ്ങളും ഈ ലോകത്ത് ജീവിച്ചതും അവരുടെ വയസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ചർച്ചകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ തുടങ്ങേണ്ടത്. അല്ലാഹു തആല അത് ശരിയായ നിലക്ക് പറയാനും കേൾക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് മൈക്ക് വിടുകയാണ്. ആരെങ്കിലും മൈക്കിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. സമയത്ത് യുഎഇയിലുള്ള ആളുകളൊക്കെ നിസ്കാരത്തിന്റെ സമയത്തിലായിരിക്കും. മൈക്ക് വിട്ടാൽ അത് ഫ്രീ ആയി കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാതെ അഡ്മിമാരെ എടുത്ത് ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.